ഒന്നാമത്തെ മെഡിസിനാണ് അബ്രോട്ടാനം. നമുക്കെല്ലാം ചിരപരിചിതമായ മെഡിസിനാണ്. ഇറ്റ് ഇസ് ദ മരാസ്മസ് ഓഫ് ചിൽഡ്രൻ വിത്ത് മാർക്ഡ് ഇമാസിയേഷൻ, എസ്പെഷ്യലി ഓഫ് ലെഗ്സ്. അവരുടെ അബ്രോട്ടാനത്തിൻ്റെത് കാലുകളിലാണ് അവർക്ക് ഈ മരാസ്മസ് പ്രൊമിനന്റ് ആണ്. അതിൽ അയഡം അതുപോലെ സാനിക്കില, ട്യൂബർക്ലിനം ഒക്കെ ഉണ്ട്. ആൻഡ് സ്കിൻ ഈസ് ഫ്ലാബി, ഹാൻഡ്സ് ലൂസ് ഇൻ ഫോൾഡ്. അത് നെക്കിന് മാത്രമാണെങ്കിൽ നേട്രമോർ, സാനിക്കുലം. എപ്പോഴും മെഡിസിൻസ് പഠിക്കുമ്പോൾ ബ്രാക്കറ്റഡ് മെഡിസിൻസ് കൂടി ഒന്ന് നോക്കി പോകണം. നമുക്ക് എന്താണ് വള്ളി വരുവാന്ന് പറയാൻ പറ്റില്ല. ഇനി അബ്രോട്ടാനത്തിന്റെ ബോറിക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഹോമിയോയിഡ് മെറ്റീരിയ മെഡിക്ക എന്ന് സെർച്ച് ചെയ്താൽ മതി. ഹോമിയോയിഡ് മെറ്റീരിയ മെഡിക്കയിലും ബോറിക്കും അലൻസും രണ്ടും ഉണ്ട്. അതുപോലെ റെപ്പറ്ററികളും ഉണ്ട്. പ്രധാനപ്പെട്ട റെപ്പറ്ററീസ് ഉള്ളൂ കേട്ടോ. കെൻഡ് റെപ്പറ്ററി, ബോറിക് റെപ്പറ്ററി ഒക്കെ ഉള്ളൂ. എങ്കിലും ഹോമിയോയിന്റ് എന്നൊരു www.homeoint റെപ്പറ്ററി അല്ലെങ്കിൽ ഹോമിയോയിഡ് മെറ്റീരിയ മെഡിക്ക അടിച്ചാൽ നിങ്ങൾക്ക് ഇത് രണ്ട് റെഫർ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ അബ്രോട്ടാനത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് മെഡിസിൻ ഫോർ മരാസ്മസ്. അബ്രോട്ടാനം കൂടാതെ നമുക്ക് ട്യൂബർക്കുലിൻ അറിയാം, അയഡമായം, സാനിക്കുലിൻ ഈ മരാസ്മസ് കണ്ടീഷന് കൊടുക്കണം. ഇനി ഇതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ബോറിക്കിൽ പറഞ്ഞിരിക്കുന്ന സിംറ്റം ഞാൻ പറയാം. മെറ്റാസ്റ്റാസിസ്, മറ്റൊന്ന് ട്യൂബർക്കുലസ് പെരിറ്റോണൈറ്റിസ്, എക്സുഡേറ്റീവ് പ്ലൂറസി. ഈ വേർഡുകളെല്ലാം ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്, ഓർക്കണം. ആൻഡ് അഗ്രിവേഷൻ ഓഫ് ഹെമറോയിഡ്സ് വെൻ റിമാറ്റിസം ഇംപ്രൂവ്സ്. മറ്റൊന്ന് എപ്പിസ്റ്റാസിസ് ആൻഡ് ഹൈഡ്രോസീൽ ഇൻ ബോയ്സ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ബോറക്കിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്. സോ ഐ റിപ്പീറ്റ്, ഒന്ന് മരാസ്മസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മറ്റൊന്ന് മെറ്റാസ്റ്റാസിസ് ആണ്. ട്യൂബർക്കുലസ് പെരിറ്റോണൈറ്റിസ് എന്ന വാക്ക് ഓർക്കണം. നമ്മൾ പലയിടത്ത് ട്യൂബർക്കുലസ് തൈസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്യൂബർക്കുലസിന് പകരം തൈസിസ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കും. പക്ഷെ ഇത് നിങ്ങൾ ഓർക്കണം, ട്യൂബർക്കുലസ് പെരിറ്റോണൈറ്റിസ്, എക്സുഡേറ്റീവ് പ്ലൂറസി, അഗ്രിവേഷൻ ഓഫ് ഹെമറോയിഡ്സ് വെൻ റൊമാറ്റിസം ഇംപ്രൂവ്സ്. അങ്ങനെ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കണം. നമ്മൾ ഓർക്കൂല അബ്രോട്ടാനും കാരണം ഹെമറോയിഡ്സിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. സോ റിമെമ്പർ ദിസ്. അതിനകത്ത് നമ്മൾ ഈ കീനോട്ട് വായിക്കുമ്പോൾ കുറെ സിംറ്റംസ് കേൾക്കണം. ഡിസെൻട്രി റൊമാറ്റിസം ഓൾട്ടർനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ട്രേസ് മറന്നു പോകരുത്. എപ്പിസ്റ്റാസിസ് ആൻഡ് ഹൈഡ്രോസീൽ ഇൻ ബോയ്സ്. ഇത് കാണുമ്പോൾ നമുക്ക് നോർമലി ഒരുപക്ഷെ ആർജിനൈറ്റിക്കോ ഓർമെറ്റോ ഒക്കെ എഴുതാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഇറ്റ് ഇസ് അബ്രോട്ടാനം. അതിന്റെ കൂടെ ഞാൻ അയഡം വെച്ചതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഈ മരാസ്മസ് റിലേറ്റഡ് കാര്യങ്ങൾ പറയാനാണ്. അതിനെ കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ബോറിക് സിംറ്റംസ് വേറെ വരുന്നുണ്ട് കേട്ടോ. പേഴ്സൺസ് ഓഫ് എ സ്ക്രോഫുലസ് ഡയാത്തസിസ്. സ്ക്രോഫുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ലിംഫ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്ത ടെൻഡൻസി അല്ലേ. വിത്ത് ഡാർക്ക് ഓർ ബ്ലാക്ക് ഹെയർ ആൻഡ് ഐസ്, എ ലോ കാറ്ററ്റിക് കണ്ടീഷൻ വിത്ത് പ്രൊഫൗണ്ട് ഡെബിലിറ്റി ആൻഡ് ഗ്രേറ്റ് ഇമാസിയേഷൻ. ഇവരെന്ന് പറഞ്ഞാല് അയഡം ഫ്ലൂറിക് ആസിഡിനെ പോലെ ഭയങ്കര ഹോട്ട് റെമഡിയാണ് കേട്ടോ. വിത്ത് നമ്മുടെ ഹൈപ്പർ തൈറോയിഡിസത്തിലുള്ള പ്രശ്നങ്ങൾ, ലോ കാറ്ററ്റിക് കണ്ടീഷൻ, പ്രൊഫൗണ്ട് ഡെബിലിറ്റി, ഗ്രേറ്റർ ഇമാസിയേഷൻ, great weakness and loss of breath on going upstairs during menses, ravenous hunger, eats freely and well, yet loses flesh all the time. നല്ല വിശപ്പുണ്ട്, നല്ല ദാഹവും ഉണ്ടെന്നാണ് ബോറിക്ക് പറയുന്നത്. ഭയങ്കര ഹംഗ്രിയുമാണ്, അതുപോലെ അവർക്ക് നല്ല തേഴ്സ്റ്റിയും ആണെന്നാണ്. നന്നായി കഴിക്കും, പക്ഷെ നമ്മൾ പറയില്ലേ ആൾക്ക് ശരീരത്തിൽ പിടിക്കുന്നില്ല. അത് ഒരു കോസ് പറയുന്ന ഹൈപ്പർ തൈറോയിഡിസം. അതിന് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. അബ്രോട്ടാനം, നേട്രമോർ, സാനിക്കുല, ട്യൂബർക്കുലിയം, ഇതൊക്കെ അതിന്റെ മെഡിസിൻസ് വരുന്നതാണ്. പിന്നെ മെൻസസിന്റെ സമയത്ത് വീക്ക്നെസ്സിന് വരുന്ന മെഡിസിൻസ് ആണ് അലുമിന, കോക്കുലസ്, കാർബോ ആനിമാലിസ്, അതോടൊപ്പം അയഡോ ഉണ്ട്. സ്ക്രോഫുലസ് ഡയാത്തസിസ്, ഡാർക്ക് ഓർ ബ്ലാക്ക് ഹെയർ ആൻഡ് ഐസ്, എ ലോ കാറ്ററ്റിക് കണ്ടീഷൻ വിത്ത് പ്രൊഫൗണ്ട് ഡെബിലിറ്റി. ഇനി അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം അസറ്റിക് ആസിഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ലീൻ പേഴ്സൺസ് വാക്സി ഫ്ലാബി മസിൽസ് ഉള്ള അല്ലെങ്കിൽ ഫേസ് ഉള്ള ആളുകളാണ്. ഇതിന് വാക്സി പോലെ തോന്നും. അതേപോലെ മറ്റൊരു മെഡിസിൻ പറഞ്ഞാൽ ഫെറമാണ്. ഓക്കെ. ഇനി മരാസ്മസ് ആൻഡ് അതർ വേസ്റ്റിംഗ് ഡിസീസ് ഓഫ് ചിൽഡ്രൻ. കണ്ടോ, നമ്മൾ മരാസ്മസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഈ മരാസ്മസിന്റെ കണ്ടീഷനെ കുറിച്ച് അതർ ദാൻ അബ്രോട്ടാനം പറഞ്ഞ ഒരു മെഡിസിനാണ് അസറ്റിക് ആസിഡ്. അപ്പം മരാസ്മസ് ആൻഡ് അതർ വേസ്റ്റിംഗ് ഡിസീസ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് അസറ്റിക് ആസിഡ്. സ്പെസിഫിക് ആയിട്ട് കുഞ്ഞുങ്ങളിൽ കാണുന്ന അതർ വേസ്റ്റിംഗ് ഡിസീസസ് എന്ന് പറയുമ്പോൾ വൺ അമംഗ് ദം ഈസ് അസറ്റിക് ആസിഡ്. അല്ലാതെ മരാസ്മസ് ഓഫ് ചിൽഡ്രൻ എന്നും എസ്പെഷ്യലി ദർ ലെഗ്സ് എന്ന് പറഞ്ഞാൽ അബ്രോട്ടാനാണ്. ഓക്കെ. ഇനി ഇത് രണ്ടും ബോറക്കിൽ പ്രധാനപ്പെട്ടതായിട്ട് കൊടുത്തതാണ്. ഇറ്റ് ലിക്വിഫൈ ആൽബുമിനസ് ആൻഡ് ഫൈബ്രിനസ് ഡിപ്പോസിറ്റ്സ്. നിങ്ങളുടെ കയ്യിൽ ബോറിക് ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ലിക്വിഫൈ ആൽബുമിനസ് ആൻഡ് ഫൈബ്രിനസ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് സിംറ്റം ആണ്, ബോറിക്കിലാണ് കാണുന്നത്.
മറ്റൊന്ന് എപ്പിത്തീലിയൽ ക്യാൻസർ. അപ്പൊ നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് അബ്രോട്ടാനത്തിൽ പറഞ്ഞു. ഇവിടെ എപ്പിത്തീലിയൽ ക്യാൻസർ എന്ന് പറയുന്ന അസെറ്റിക് ആസിഡാണ്. അപ്പൊ ലിക്വിഫൈ ആൽബുമിനസ് ആൻഡ് ഫൈബ്രിനസ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന അസെറ്റിക് ആസിഡാണ്. ഇനി അടുത്ത മെഡിസിൻ, അപ്പൊ നിങ്ങൾക്കത് ഓൾമോസ്റ്റ് മനസ്സിലാവുന്നല്ലോ അല്ലെ? നമ്മൾ പെയിൽ ലീൻ പേഴ്സൺസ് വിത്ത് ലാക്സ് ഫ്ലാബി മസിൽസ്, ഫേസ് പെയിൽ ആൻഡ് വാക്സി. പിന്നെ അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നത്, അതായത് ഒത്തിരി വീക്ക്നെസ് ഉണ്ടെന്നും, നമ്മൾ കീനോട്ടിൽ പറയുന്ന ഫിസിക്കൽ ജനറൽസ് ആണ് പറയുന്നത്, വീക്ക്നെസ് ഉണ്ടെന്നും തേഴ്സ്റ്റ് ആണെന്നും ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഈ ലിക്വിഫൈ ആൽബുമിനസ് ആൻഡ് ഫൈബ്രിനസ് ഡിപ്പോസിറ്റിന് അതിനകത്ത് പറഞ്ഞിട്ടില്ല. സോ യു മേ പ്ലീസ് നോട്ട് ദിസ്. ഇനി അടുത്തതാണ് അക്വണൈൻ. അക്വണൈൻ നമുക്ക് ഒരുപാട് പരിചയമുള്ള മെഡിസിൻ ആണ്. Is generally indicated in acute or recent cases occurring in young persons, especially girls of a full plethoric habit who leads a sedentary life. Persons easily affected by atmospheric changes, dark hair and eyes, rigid muscular fiber. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കീനോട്ടിൽ കിടക്കുന്നതാണ്. അതായത് കുറച്ച് യങ് പേഴ്സൺസ് അല്ലെങ്കിൽ ഗേൾസിനാണ് വരുന്നത്. അവർക്ക് ഒരു പ്ലിത്തോറിക് ഹാബിറ്റ് ഉണ്ട്, അവരൊരു സെഡൻഡറി ലൈഫാണ് ലീഡ് ചെയ്യുന്നത്, അവർക്ക് അറ്റ്മോസ്ഫിയർ ചേഞ്ചസ് ഭയങ്കര ഡ്രൈ അറ്റ്മോസ്ഫിയറിക് വെതർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വെസ്റ്റേൺ വിൻഡ് എന്നൊക്കെ താഴെ പറയുന്നുണ്ട്. ഇനി അതൊന്നും അല്ല നമ്മുടെ കാര്യം. അക്യൂട്ട് സഡൻ ആൻഡ് വയലന്റ് ഇൻവേഷൻ വിത്ത് ഫീവർ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അക്യൂട്ടാണ്, സഡൻ ഇൻവേഷൻ വിത്ത് ഫീവർ ആണ്, ഷോസ് നോ പീരിയോഡിസിറ്റി. അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് ഓർക്കും, നോ പീരിയോഡിസിറ്റി ആണ്. ഇനി അതിനകത്ത് പറയുന്ന ഒരു സിംറ്റം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിലിങ്ങനെയാണ്, ഒരു മിനിറ്റ്, അതിനകത്ത് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത്. അതായത് ഷോസ് നോ പീരിയോഡിസിറ്റി, ഇൻഫ്ലുവൻസയ്ക്ക് കൊടുക്കുന്നതാണ്. അതിലെ എക്സ്ട്രിമിറ്റീസിൽ ഒരു സിംറ്റംസ് കിടക്കുന്നുണ്ട്. അത് പലപ്പോഴായി MCQസിന് പലയിടങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ബ്രൈറ്റ് റെഡ് ഹൈപ്പോതിനാർ എമിനൻസസ് ഓൺ ബോത്ത് ഹാൻഡ്സ്, നിങ്ങൾ നോക്കിയാൽ കാണാം, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അക്വണൈറ്റിൽ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ബ്രൈറ്റ് റെഡ് കളർ ഓഫ് ഹൈപ്പോതിനാർ എമിനൻസസ് ഓൺ ബോത്ത് ഹാൻഡ്സ്, പല കാര്യങ്ങളും നിങ്ങൾ ഇറ്റാലിക്സിൽ കാണാൻ പറ്റുമെങ്കിലും ഈ സിംറ്റം അക്വണൈറ്റിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫിയർ ഓഫ് ഡെത്തും ഫിയർ ഓഫ് ഫ്യൂച്ചർ എല്ലാം ഉണ്ട്, ബട്ട് ദിസ് ഇസ് മോർ ഇമ്പോർട്ടന്റ്. ഡ്രൈ കോൾഡ് വെതറിലാണ് അവർക്ക് അഗ്രിവേഷൻ ഉള്ളത്. അപ്പൊ ആ കാര്യം കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. അക്വണൈറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഹൈപ്പോതിനാർ എമിനൻസിലെ കളറ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈവൻ ദോ അത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നതല്ലെങ്കിലും. ഇനി അടുത്തത് എയ്സ്കുലസ് ആണ്. എയ്സ്കുലസ് എന്ന് പറയുമ്പോൾ എന്താണ് എയ്സ്കുലസ് കൂടുതൽ നമുക്ക് അറിയുന്നത്? എന്താണെങ്കിലും എയ്സ്കുലസ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് പോലെ തന്നെ എയ്സ്കുലസ് ഇസ് ഗിവൺ ഫോർ ഹെമറോയിഡൽ കംപ്ലൈൻസ്. പക്ഷെ എയ്സ്കുലസിന് ഒരു പ്രത്യേകത ഉണ്ട്, അത്ര മാർക്ഡ് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാത്തൊരു മെഡിസിനാണ്. നമുക്ക് ബാക്ക് ഏക്ക് സിംറ്റംസ് ഒക്കെ കാണും, പക്ഷെ കോൺസ്റ്റിപ്പേഷൻ സിംറ്റംസ് കുറവാണ്. സോ ഫോർ പേഴ്സൺസ് വിത്ത് ഹെമറോയിഡൽ ടെൻഡൻസി ആൻഡ് ഹു സഫർ വിത്ത് ഗ്യാസ്ട്രിക്, bilious or catarrhal troubles, absence of constipation, severe pain with little bleeding, severe backache rendering patient unfit for business, അങ്ങനെ ഒരു വാക്ക് ഈ എയ്സ്കുലസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറെ മെഡിസിൻസ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കാറുണ്ട് അല്ലെ, എയ്സ്കുലസ് കൊടുക്കാറുണ്ട്, ചില അലോസ് കൊടുക്കുന്നു, കോളിൻസോണിയം കൊടുക്കുന്നു. ഇതെല്ലാം കൊടുത്താലും കോളിൻസോണിയത്തിൽ കോൺസ്റ്റിപ്പേഷൻ മാർക്ക് ആകുമ്പോൾ ഇവിടെ കോൺസ്റ്റിപ്പേഷൻ വളരെ കുറവാണ്, പക്ഷെ അവർക്ക് പെയിൻ വളരെ സിവിയർ ആണ്. Okay, so severe pain with a little bleeding, severe backache, rendering the patient unfit for business. അങ്ങനെ ഒരു വാക്ക് എയ്സ്കുലസിലാണ് നമ്മൾ കാണുന്നത്. ആൻഡ് വിത്ത് ഡൾനെസ് ഓഫ് ഡൾനെസ് അല്ല കേട്ടോ, ഫുൾനെസ് ഓഫ് വേരിയസ് പാർട്സ് എന്നാണ് ഇവിടെ. ഫുൾനെസ് എന്നാണ് ഞാൻ എഴുതി ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആട്ടോ. ഫുൾനെസ് ഓഫ് വേരിയസ് പാർട്സ്. ഈ ഫുൾനെസ് ഓഫ് വേരിയസ് പാർട്സ് മാത്രം കണ്ടാൽ യു ഹാവ് ടു റിമെമ്പർ എയ്സ്കുലസ്. അപ്പം ആക്ച്വൽ കോൺസ്റ്റിപ്പേഷൻ ഇതിനകത്ത് ഇല്ലെന്നുള്ളതും കോൺസ്റ്റിപ്പേഷൻ വളരെ കുറവാണെന്നുള്ളതും ബാക്ക് ഏക്ക് ഭയങ്കര മാർക്ഡ് ആണെന്നും ഈ ബാക്ക് ഏക്ക് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ കംപ്ലൈന്റ് കൊണ്ട് തന്നെ റെൻഡറിങ് പേഷ്യന്റ് അൺഫിറ്റ് ഫോർ ബിസിനസ് എന്ന വാക്കൂടെ ഒന്ന് ഓർത്തേക്കണം കേട്ടോ. അടുത്തതാണ് എത്തൂസ. നിങ്ങളൊന്ന് എത്തൂസ എടുത്ത് നോക്കണം. എത്തൂസ എന്ന് പറയുന്ന മെഡിസിൻ ഇറ്റ് ഇസ് എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ ഡ്യൂറിങ് ഡെന്റേഷൻ ഇൻ ഹോട്ട് വെതർ, ചിൽഡ്രൻ ഹു കനോട്ട് ബെയർ മിൽക്ക്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഡെന്റേഷൻ ആയിരിക്കണം, രണ്ടാമത് ഹോട്ട് സമ്മർ ആയിരിക്കണം. ആൻഡ് ദ സിംറ്റംസ് സെക്കൻഡ് വിത്ത് വയലൻസ്. എത്തൂസയുടെ സിംറ്റംസ് എപ്പോഴും വരുമ്പോൾ ഭയങ്കര വയലന്റ് ആയിട്ടാണ് വരിക. അതിനകത്തൊരു ഇറ്റാലിക് സിംറ്റംസ് പോലെ പറയുന്ന ഒരു സിംറ്റം ആണ് ഇത്. ആങ്ഷ്യസ് ആണ്, ക്രൈയിങ് ആണ്,
എക്സ്പ്രഷൻ ഓഫ് അൺഈസിനെസ് ആൻഡ് ഡിസ്കണ്ടന്റ്മെന്റ്. എത്തൂസൊക്കെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. ക്രൈം ആണെന്നൊക്കെ നമുക്കറിയാം, പക്ഷെ ബാക്കി ആ ഫുൾ സെന്റൻസ് ഉണ്ടാവില്ല. ഇപ്പോ 2018 ഒരു നാം എക്സാം നടന്നിരുന്നു, നിങ്ങൾക്ക് ഓർക്കണമെന്ന് അറിയില്ല. ഹോൾ കേരളത്തിൽ ഇന്ന് ഈ പ്രാവശ്യം നടന്ന പോലത്തെ ഒരു നാം എക്സാം നടന്നു. അപ്പൊ അതിൽ ചോദിച്ച ഒരു സിംറ്റം നമ്മൾ ചമോമിലക്കകത്ത് വായിക്കും. അതായത് ഹോട്ട് നമ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു സിംറ്റമാണ്. അപ്പൊ നമ്പുള്ള സിംറ്റം മെഡിസിൻസ് ഒക്കെ നമുക്കറിയാം, അത് നമ്മുടെ ഫ്ലാറ്റിനൊക്കെ ഈ നമ്പിനെസ്സിന് കൊടുക്കുന്ന മെഡിസിനാണ്. പക്ഷെ ഹോട്ട് നമ്പ് എന്ന കറക്റ്റ് ആ ഫ്രേസ് അനുസരിച്ച് ചോദിച്ചിട്ട് അന്ന് എനിക്ക് തെറ്റിയൊരു ആൻസർ ആണ്. പക്ഷെ അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ഇറ്റാലിക്സിൽ കൊടുക്കുന്ന പലതും ബോറക്കിൽ ഇമ്പോർട്ടന്റ് ആണെന്ന്. ഓക്കെ, അപ്പൊ എത്തൂസയുടെ കാര്യം ഇതുപോലെ ആംഗ്വിഷ് ആണ്, ക്രൈങ് ആണ്, എക്സ്പ്രഷൻ ഓഫ് അൺഈസിനെസ് ആൻഡ് ഡിസ്കണ്ടന്റ്മെന്റ്. മറ്റൊന്ന് സിംറ്റംസ് സെറ്റ്സ് വിത്ത് വയലൻസും ഇൻഎബിലിറ്റി ടു ഡൈജസ്റ്റ് മിൽക്ക്. അത് മറന്നു പോകരുത്. നമ്മൾ ഇവഞ്ച്വലി പല മെഡിസിൻസും മാക്കാർബിലും ഒക്കെ ഇത് പറയുന്നുണ്ട്. പക്ഷെ ഇൻഎബിലിറ്റി ടു ഡൈജസ്റ്റ് മിൽക്ക് എന്നുള്ളത്, അതല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് പോലെ കാണിക്കുന്ന മെഡിസിൻ ആണ് എത്തൂസ. ഓക്കെ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്തത് അഗാരിക്കസ്. അഗാരിക്കസിന് മറ്റൊരു പേരുണ്ട്, അമാനിറ്റ മസ്കാരിയ. നിങ്ങൾ ബോർഡിൽ നോക്കിയാൽ കാണാൻ പറ്റും, അഗാരിക്കസ് ഓർ അമാനിറ്റ മസ്കാരിയ. അപ്പൊ നമുക്ക് അഗാരിക്കസിനെ കുറിച്ച് പറയുമ്പോൾ, പേഴ്സൺസ് വിത്ത് ലൈറ്റ് ഹെയർ, സ്കിൻ, മസിൽസ് ലാക്സ്, ഓൾഡ് പീപ്പിൾ വിത്ത് ഇൻടോളറന്റ് സർക്കുലേഷൻ. ഇനി ഡ്രങ്കാർഡ്സിന്റെ ഹെഡേക്കിന് കൊടുക്കാം. ഡ്രങ്കാർഡ്സ് ഹെഡേക്ക്, ബാഡ് എഫക്ട്സ് ആഫ്റ്റർ എ ഡിബൗച്ച് ലൈക്ക് ലൊബേലിയ, നക്സ്, റണ്ണൻകുലസ്. ഇനി ഇതേ ഒരു സിംറ്റം കുറച്ച് വേരിങ് ആയിട്ട് നമ്മൾ സെലീനിയത്തിൽ പഠിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ കാര്യം ഓർക്കാം, ഡ്രങ്കാർഡ്സിന് വരുന്ന തലവേദന അഗാരിക്കസ് ആണ് കൊടുക്കുന്നത്. ഇതിനുള്ള സിംറ്റംസ് ആണ് ജർക്കിംഗ്, ട്വിച്ചിങ്, ട്രംബ്ലിംഗ് ആൻഡ് ഇച്ചിങ്. മറന്നുപോയത്, ജർക്കിംഗ്, ട്വിച്ചിങ്, ട്രംബ്ലിംഗ് ആൻഡ് ഇച്ചിങ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഇറ്റാലിക് സിംറ്റം ആണ് സെൻസേഷൻ ആസ് ഇഫ് പിയേഴ്സ് ബൈ നീഡിൽസ് ഓഫ് ഐസ്. ഞാൻ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് സ്കിന്നിൽ ഇത് തന്നെ പറയുന്നതുകൊണ്ടാണ്. സെൻസേഷൻ ആസ് ഇഫ് പിയേഴ്സ്ഡ് ബൈ ദ നീഡിൽസ് ഓഫ് ഐസ്. ഐസ് പിയേഴ്സ് ചെയ്ത പോലെ തോന്നുന്നു എന്ന് പറയുന്ന, അത് നമ്മൾ ചില കേസസിൽ അങ്ങനെ കേൾക്കാൻ പറ്റും കേട്ടോ. ഈ യൂറിക് ആസിഡിന്റെ കണ്ടീഷനൊക്കെ വരുമ്പോഴും അബ്നോർമൽ സെൻസേഷൻസ് വരുമ്പോഴും ഈ സിംറ്റംസ് കേൾക്കാറുണ്ട്. സെൻസേഷൻ പിയേഴ്സ്ഡ് ബൈ നീഡിൽസ് ഓഫ് ഐസ് എന്നല്ല, പിന്നെ പിന്നുകൊണ്ട് കുത്തുന്ന പോലത്തെ വേദന എന്ന് പറയാറുണ്ട്. ഓക്കെ, വയലന്റ് ബെയറിംഗ് ഡൗൺ പെയിൻ ഉണ്ട്. നമുക്ക് അറിയുന്ന പോലെ തന്നെ ഈ അഗാരിക്കസിന് ക്രോസ് വൈസ് അഫക്ഷൻ ഉണ്ട്. റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗും അഫക്റ്റഡ് ആണ്. ഇതിൽ എന്തോ ഒരു ചെറിയ കോൺട്രഡിക്ഷൻ ബോറിക്കും കെയ്നോട്ടും തമ്മിലുണ്ട്. എങ്കിലും ബോറിക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗും. ഓർക്കണേ, റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗും. അഗാരിക്കസ് ആം റൈറ്റ്, അങ്ങനെ ഓർത്താൽ മതി. എ ആർ ആം റൈറ്റ്, അങ്ങനെ ഒന്ന് ഓർത്തോളൂ കേട്ടോ. അപ്പൊ അഗാരിക്കസ് അമാനിറ്റ മസ്കാരിയ ആണ്, ഡ്രങ്കാർഡ്സിന് ഹെഡേക്കിന് കൊടുക്കുന്നു. ജർക്കിംഗ്, ട്വിച്ചിങ്, ട്രംബ്ലിംഗ് ആൻഡ് ഇച്ചിങ് ഉണ്ട്. ഇനി അടുത്ത മെഡിസിൻ ആണ് ആഗ്നസ് കാസ്റ്റസ്. ആഗ്നസ് കാസ്റ്റസ് ഫോർ ദ ലിംഫാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. പേര് പറഞ്ഞതുപോലെ ഓൾഡ് സിന്നേഴ്സിന് കൊടുക്കുന്ന മെഡിസിൻ ആണ്. വിത്ത് ഇമ്പോർട്ടൻസ്, ഗ്ലീറ്റ്, അൺമാരീഡ് പേഴ്സൺ സഫറിംഗ് ഫ്രം നെർവസ് സ്റ്റെബിലിറ്റി, പ്രിമച്വർ ഓൾഡ് ഏജ്, മെലങ്കളി, apathy, mental distraction, self-contempt arising in young person from abuse of sexual powers from seminal losses. Gnawing in, അത് ഇറ്റാലിക്സിൽ കൊടുത്തൊരു സംഭവമാണ് ബോറിക്കിൽ കേട്ടോ. gnawing, itching in all parts, especially eyes. അപ്പൊ ആഗ്നസിന് ഒരു കണ്ണു ചൊറിച്ചിലുണ്ടെന്ന് നമ്മൾ ആരും ചിന്തിക്കില്ല. വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ചൊറിച്ചിൽ, കണ്ണു ചൊറിച്ചിലുണ്ട് ആഗ്നസിന് അല്ലേ. അവരുടെ ചെറുപ്പകാലത്തിലൊക്കെ ദേവർ ഓൾഡ് സിന്നേഴ്സ്, അതുകൊണ്ട് അവർക്ക് കണ്ണു ചൊറിച്ചിലുണ്ടായിരുന്നോ, അങ്ങനെയെങ്കിലും ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ പറയുന്ന ഒരു ഇറ്റാലിക് സിംറ്റം ആണ് ടാക്കികാർഡിയ കോസ്ഡ് ബൈ ടൊബാക്കോ ഇൻ ന്യൂറോട്ടിക് യങ് പേഴ്സൺ എന്നൊരു, അല്ലെങ്കിൽ യങ് മെൻ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇറ്റാലിക്സ് ഒന്നും അല്ല, കൊടുത്തിട്ടുള്ളത് മാത്രം. സോ ഗ്നോയിങ്, ഇച്ചിങ് ഇൻ ഓൾ പാർട്സ് എസ്പെഷ്യലി ഐസ്, മറന്നു പോകരുത്. ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ്. അവർക്ക് അവരുടെ മെന്റൽ സിംറ്റംസ് ഒക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. സ്പീഡി ഡെത്തിന് ആവശ്യപ്പെടുന്ന ആളുകൾ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ കമ്മിങ് ടു അലോസ്. അലോസിന്റെ കേസ് പറയുകയാണെങ്കിൽ, അലോസ് അഡാപ്റ്റഡ് ടു ഇൻടോളറന്റ് വേരി പേഴ്സൺ അവേഴ്സ് ടു എയ്തർ മെന്റൽ ഓർ ഫിസിക്കൽ ലേബർ, മെന്റൽ ലേബർ ഫാറ്റീഗ്സ്. അവർക്ക് മെന്റൽ ലേബറിനോട് യാതൊരു താല്പര്യമില്ല. മെന്റൽ ലേബർ ആണ് അവർക്ക് ക്ഷീണം ഉണ്ടാക്കുന്നത്. ഇതുപോലെ മെന്റൽ ലേബറും ഫിസിക്കൽ ലേബറും ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട്, നമ്മുടെ ക്യാപ്സിക്കം ആനമാണ് കേട്ടോ. അപ്പൊ അലോസിനും ഇൻടോളറന്റ് വേരി പേഴ്സൺസ് തന്നെ മെന്റൽ ഓർ ഫിസിക്കൽ ലേബർ അവർക്ക് ഇഷ്ടമില്ല. ഓൾഡ് പീപ്പിൾ, എസ്പെഷ്യലി വിമൻ ഓഫ് റിലാക്സ്ഡ് ഫ്ലെഗ്മാറ്റിക് ഹാബിറ്റ്. ഇനി നമ്മുടെ ബോറിക്കിൽ പറഞ്ഞ സിംറ്റം ഉണ്ട്,
An excellent remedy to aid in re-establishing physiological equilibrium. ആ വാക്കൊന്ന് ഓർക്കണം. നമ്മൾ ഒരു കാരണവശാലും അലോസിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ചിന്തിക്കില്ല. An excellent remedy in re-establishing physiological equilibrium. അല്ലെങ്കിൽ കുറെ ഡോസിങ് ചെയ്തതിനോ അല്ലെങ്കിൽ പല ഡിസീസസ് വന്നിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ഒരു ഫിസിയോളജിക്കൽ ഈക്വിലിബ്രിയം തിരിച്ചു കൊണ്ടുവരുവാൻ സഹായിക്കുന്ന ഒരു മെഡിസിൻ ആണിത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റാലിക്സിലൊന്നും അല്ലെങ്കിലും, ദർ ഇസ് നോ റെമഡി റിച്ചർ ഇൻ സിംറ്റംസ് ഓഫ് പോർട്ടൽ കൺജഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, പോർട്ടൽ കൺജഷൻ ഇത്രയോളം ഉള്ള ഒരു മെഡിസിൻ ഇല്ലെന്നാണ് അലോസിനെ പറ്റി ബോറിക്ക് പറയുന്നത്. ആൻഡ് ഡിസാറ്റിസ്ഫൈഡ് അബൌട്ട് ഹിംസെൽഫ് alternate with the lumbago. ഈ സിംറ്റംസ് കൂടി നോക്കുക. ഡിസാറ്റിസ്ഫൈഡ് അബൌട്ട് ഹിംസെൽഫ് alternate with the dissatisfied and angry about himself alternating with the lumbago. ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കണേ. അപ്പം നമ്മൾ കുറച്ച് അൺകോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെമിലർ അല്ലാത്ത കുറച്ച് സിംറ്റംസ് പറയാണ്. അതായത് ക്വസ്റ്റ്യൻസ് ഇനി ടഫ് ആവുമോ നമുക്ക് അറിയില്ല, പക്ഷെ നമ്മൾ പ്രിക്കോഷൻ ആയിട്ട് പഠിച്ചിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പൊ ദർ ഇസ് നോ റെമഡി റിച്ചർ ഇൻ സിംറ്റംസ് ഓഫ് പോർട്ടൽ കൺജഷൻ എന്ന് ചോദിച്ചാൽ യു മേ തിങ്ക് ഓഫ് അലൂസ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവര് എങ്ങനെ വേണമെങ്കിലും ട്വിസ്റ്റ് ആൻഡ് ടേൺ ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ നാഷും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചിരുന്നു, അതിന് എനിക്ക് പറ്റിയില്ല. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നാഷിലെയും കൂടെ പ്രധാനപ്പെട്ട സിംറ്റംസ് കൂടെ കവർ ചെയ്യും കേട്ടോ. ഇനി അടുത്തതാണ് അലുമിന. അലുമിന എന്ന് പറഞ്ഞാൽ അഡാപ്റ്റഡ് പേഴ്സൺസ് ഹു സഫർ ഫ്രം ക്രോണിക് ഡിസീസ്, ദ അക്വണൈറ്റ് ഓഫ് ക്രോണിക് ഡിസീസ്. അലുമിനിയെ കുറിച്ച് നമുക്ക് പറയുന്ന അക്വണൈറ്റ് ഓഫ് ക്രോണിക് ഡിസീസ്. ഇനി നമ്മുടെ കാപ്പിലറി സിസ്റ്റത്തിന്റെ ഇതേപോലെ ഒരാളുണ്ട്, അതാണ് നമ്മുടെ ഹമാമിലിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീനസ് സിസ്റ്റത്തിന്റെ പ്രധാനിയായിട്ട് കാണുന്നതാണ് ഹമാമിലിസ് എന്ന് പറയുന്നത്. അതേസമയം അലുമിന എന്ന് പറയുന്നത് അക്വണൈറ്റ് ഓഫ് ക്രോണിക് ഡിസീസസ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡെഫിഷ്യന്റ് ഇൻ ആനിമൽ ഹീറ്റ് ആണ്. പിന്നെ സ്പെയർ ഡ്രൈ തിൻ സബ്ജക്ട്സ്, ഡാർക്ക് കോംപ്ലക്ഷൻ, മൈൽഡ് ചിയർഫുൾ ഡിസ്പോസിഷൻ, ഹൈപ്പോകോൺട്രിയാക്സ്, ഇങ്ങനെ കുറെ സിംറ്റംസ് പറയുന്നുണ്ട് കേട്ടോ. റെക്ടൽ സിംറ്റംസ് കണ്ടാൽ ഈ പേഷ്യന്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പാരറ്റിക് ആയിട്ടുള്ള മസ്കുലർ സ്റ്റേറ്റ് കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാരറ്റിക് ആയിട്ടുള്ള മസ്കുലർ സ്റ്റേറ്റ് കാണുന്നു. അതായത് ഇവരുടെ സിംറ്റംസിനകത്ത് ടെൻഡൻസി ടു പാരറ്റിക് മസ്കുലർ സ്റ്റേറ്റ് തന്നെയാണ് ഇവരുടെ ഒരു ഇറ്റാലിക് സിംറ്റം ആയിട്ട് ബോറിക്ക് പറയുന്നത്. കോൺസ്റ്റിപ്പേഷൻ, ഒരു ക്യാരക്ടറിസ്റ്റിക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അതിനൊരു അലുമിനൊരു എക്സലന്റ് ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ, ആർട്ടിഫിഷ്യൽ ബോട്ടിൽ ഫെഡ് ബേബീസിനെ കുറിച്ചും, അതായത് നമ്മുടെ റെക്ടൽ കംപ്ലൈൻസ് ആണ് പറയുന്നതെങ്കിൽ ബോറിക്ക് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ ഫെഡ് ബേബീസിൽ വരുന്ന സിംറ്റംസിനൊക്കെ അലുമിന കൊടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ കം ടു ആംബ്രാഗ്നേസിയ. ആംബ്രാഗ്നേസിയെ കുറിച്ച് നിങ്ങൾക്ക് കുറെ കഥകൾ അറിയായിരിക്കും, എങ്കിലും ആംബ്രാഗ്നേസിയയുടെ ഒരു പ്രധാനപ്പെട്ട സിംറ്റംസ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഇൻ ദ കേസ് ഓഫ് SLE പോലത്തെ കേസുകൾ നമ്മൾ പൊതുവേ ട്രീറ്റബിൾ അല്ല എന്നാണ് പറയുന്നത് അല്ലെ. പക്ഷെ നമുക്ക് SLE കേസ് വരുമ്പോൾ ഒരു ഡോസ് സെപ്പിയയും ആംബ്രാഗ്നേസിയയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ ആംബ്രാഗ്നേസിയ കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി പ്രോബ്ലംസ് കൊണ്ട്, അതായത് SLE പോലെയുള്ള ഒരു സിസ്റ്റമിക് അഫക്ഷൻസ് വന്നു. അലോപ്പതിയിൽ കുറച്ചൊക്കെ ഒരു 10 വർഷമൊക്കെ നീണ്ട സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റോട് യൂസ് ഒന്നുമില്ല. പക്ഷെ അല്ലാതെ ANA പോസിറ്റീവ് ആയിട്ട് അധിക കാലങ്ങളൊന്നും ആയില്ലെങ്കിൽ യു മേ ട്രൈ വിത്ത് ആംബ്രാഗ്നേസിയ ആൻഡ് സെപ്പിയ. എനിക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഏകദേശം ഒരു 6 കേസിൽ 5 കേസിൽ ഇമ്പ്രൂവ്മെന്റ് ഉള്ളതാണ്. 6ാമത്തെ കേസ് 10 വർഷത്തോളം സ്റ്റിറോയിഡ് കഴിച്ചു, ഇപ്പം അവർ ആ ട്രീറ്റ്മെന്റ് വരുന്നില്ല, അവർ നിർത്തിപ്പോയി. പക്ഷെ ഞാൻ മറ്റൊരാളിൽ നിന്ന് കുറേതൊരു നോളജ് ആണ് കേട്ടോ. പക്ഷെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഈ ആംബ്രാഗ്നേസിയയും സെപ്പിയയും കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ ആംബ്രാഗ്നേസിയ കൺസിഡർ ചെയ്യണേ. അപ്പൊ ആംബ്രാഗ്നേസിയ ആസ് യൂഷ്വൽ നെർവസ് എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ നെർവസ് ഹൈപ്പർ സെൻസിറ്റീവ്നെസ് ഉള്ള ഒരു റെമഡി തന്നെയാണ്. അതുപോലെ it is for children, especially young girls who are excitable, nervous and weak, nervous affections of old people, nervous burnout, full nervous affections are nervous burnout, nervous hypersensitiveness, nervous bilious temperament, അങ്ങനെയുള്ള കേസസിനാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതിന്റെ പേഷ്യൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ they are weakened by age or overwork. പിന്നെ പറയുന്നത് numbness of morning, numbness with music aggravation and one side complaints. ഈ numbness എല്ലാം ഒരു സിംഗിൾ പാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ആംബ്രാഗ്നേസിയക്ക് ഒരു വൺ സൈഡ് കംപ്ലൈൻസ് പറയുന്നുണ്ട്, numbness which are worse by morning പറയുന്നുണ്ട്, ആൻഡ് യൂഷ്വലി സ്ക്രോണി പീപ്പിൾ ആണെന്ന് പറയുന്നത്. നമ്മൾ സിക്കേലി കോറിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ഇവരും സ്ക്രോണി പീപ്പിൾ ആണെന്നാണ് പറയുന്നത്. ലീൻ തിൻ ഇമാസിയേറ്റഡ് പേഴ്സൺ
who takes cold easily. മെന്റൽ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, മ്യൂസിക്കിന് വളരെ സെൻസിറ്റീവ് ആണ് ഇവര്. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് ഓർക്കണം കേട്ടോ. ഇനി അടുത്തത് അമോണിയം കാർബ് അല്ലെ, നമ്മുടെ സ്മെല്ലിംഗ് ബോട്ടിൽ വെച്ച് നടക്കുന്ന ലേഡി അല്ലെ. അപ്പൊ അമോണിയം കാർബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമോണിയം കാർബ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റെമഡി. അമോണിയം കാർബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അമോണിയം കാർബോണിക് എന്ന് പറയുന്ന മെഡിസിൻ stout fleshy women with various troubles in consequence of leading a sedentary life, delicate women who must have a smelling bottle continually at hands, readily catch cold in winter. ഇത് സ്മെല്ലിംഗ് ബോട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അമോണിയം കാർബിന്റെ കാര്യം അറിയാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറെ സിംറ്റംസ് ഉണ്ട്. ഒന്ന് കോളർ ലൈക്ക് സിംറ്റംസ് ബിഫോർ മെൻസസ് ഉണ്ട്, പിന്നെ പ്രൊഫ്യൂസ് മെൻസസ് ഉള്ള ഒരാളാണ്, ഫാറ്റ് പേഷ്യന്റ് ആണ്, ഗ്രേറ്റ് അവേർഷൻ, കുളിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആന്റിമോണിയം ക്രൂഡത്തെ പോലെയാണ് അമോണിയം കാർബും. അൺക്ലെൻലിനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാപ്സിക്കം പറയുന്നെങ്കിലും അമോണിയം കാർബും അങ്ങനെ തന്നെയാണെന്നാണ് പറയുക. ഓക്കെ, പിന്നെ മാലിഗ്നന്റ് സ്കാർലറ്റിനയ്ക്ക് കൊടുക്കും. ഹെവിനെസ് ഇൻ ഓൾ ഓർഗൻസ് എന്നുള്ളത് ഇറ്റാലിക്സിൽ കൊടുത്തത് അമോണിയം കാർബനാണ്. അപ്പം നമ്മൾ ഫുൾനെസ് ഇൻ വേരിയസ് പാർട്സ് എന്ന് എസ്കുലസിൽ പറഞ്ഞതുപോലെ ഹെവിനെസ് ഇൻ ഓൾ ഓർഗൻസ് എന്ന് പറയുന്നത് അമോണിയം കാർബനാണ് കേട്ടോ, അതൊന്ന് ഓർത്തോളൂ. അപ്പൊ ഇവർക്ക് ഒരു സെഡൻഡറി ലൈഫ് ലീഡ് ചെയ്യുന്നവരാണ്, ഫാറ്റ് സ്റ്റൗട്ട് പേഴ്സൺസ് ആണ്, അവേർഷൻ ടു വാട്ടർ ഉണ്ട് അല്ലെങ്കിൽ ബാത്തിങ് ഉണ്ട്, സ്മെല്ലിംഗ് ബോട്ടിൽ വെക്കും, പിന്നെ ഇവർക്ക് ഹെവിനെസ് ഇൻ ഓൾ ഓർഗൻസ് ഉണ്ട് എന്ന കാര്യം കൂടെ ഓർക്കും. ഇനി അടുത്തതാണ് അൺക്ലെൻലിനെസ്. ഇവരുടെ മെന്റൽ സിംറ്റത്തിനകത്ത് ഇറ്റാലിക്സിൽ കൊടുത്ത സാധനം തന്നെയാണ് കേട്ടോ. അവര് സ്റ്റോമി വെതറിൽ ഭയങ്കര ഗ്ലൂമി എന്നാണ് പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് അമൈൽ നൈട്രോസം എന്ന മെഡിസിൻ. അമൈൽ നൈട്രോസം, ഈ അമൈൽ നൈട്രോസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. നമ്മൾ പെട്ടെന്ന് ഒരാൾ ബോധം പോയി കഴിഞ്ഞാൽ ആദ്യം അമൈൽ നൈട്രോസം എടുത്തു പോകണമെന്നാണ് പറയുക. ഓക്കെ, എനിവേ അമൈൽ നൈട്രോസം എന്ന മെഡിസിൻ ഫോർ നെർവസ് സെൻസിറ്റീവ് പ്ലിത്തോറിക് വിമൻ ഡ്യൂറിങ് ഓർ ആഫ്റ്റർ മെനോപോസ്. പെട്ടെന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലിത്തോറിക് ആയിട്ടുള്ള വിമണ് ഡ്യൂറിങ് ഓർ ആഫ്റ്റർ മെനോപോസ്. ഒരുപാട് മെഡിസിൻ നമുക്ക് ലാക്ടോസിസ് ഓർമ്മ വരും, പൾസാറ്റിൽ ഓർമ്മ വരും, നമുക്ക് അയഡം ഓർമ്മ വരാം, നെർവസ് എന്ന് പറയുമ്പോൾ യാംബ്രാഗ്രസി ആണോ. ഈ പ്ലിത്തോറിക് വിമൻ ഡ്യൂറിങ് ഓർ ആഫ്റ്റർ മെനോപോസ് ഒരു ക്ലൈമാറ്റിക് കംപ്ലൈൻസ് കൂടെ കൺസിഡർ ചെയ്തിട്ടാണെങ്കിലാണ് കണ്ടിങ് ഓഫ് അമൈൽ നൈട്രോസം. ഇതില് സൂപ്പർഫിഷ്യൽ ആർട്ടീരിയൽ ഹൈപ്പറീമിയ കാണാം, പാൽപിറ്റേഷൻ ഉണ്ട്. 2 സിംറ്റംസ് ഹൈലൈറ്റിംഗ് ആണ്. ഒന്ന് ഹിക്കഫ് ആണ്, മറ്റൊന്ന് യോണിംഗ് ആണ്. അത് ഹിക്കഫ് ആൻഡ് യോണിംഗ് എന്ന് ഇറ്റാലിക്സിൽ എഴുതിയിട്ട് ഒരു സിംറ്റം നിങ്ങൾക്ക് തരുവാണെങ്കിൽ ദാറ്റ് ഇസ് സീൻ ഇൻ അമൈൽ നൈട്രോസം. മറന്നുപോയത് ഹിക്കഫ് ആൻഡ് യോണിംഗ് സീൻ ഇൻ അമൈൽ നൈട്രോസം ആണ് കേട്ടോ. എപ്പിലെപ്റ്റിക് കൺവൾഷൻസ് ഒക്കെ കുറെയൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ ഇതിന് പറ്റും എന്നാണ് പറയുന്നത്. Then coming to ആന്റിമോണിയം ക്രൂഡം. ആന്റിമോണിയം ക്രൂഡം എന്ന മെഡിസിനെ കുറിച്ച് നമുക്ക് അറിയുന്ന പോലെ നമ്മളെല്ലാവരും ആന്റിമോണിയം ക്രൂഡം കൊടുക്കുന്നത് യൂഷ്വലി നമ്മുടെ കോൺസിനാണല്ലോ അല്ലെ. പക്ഷെ ആന്റിമോണിയം ക്രൂഡത്തിന്റെ ഫസ്റ്റ് സിംറ്റം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റം പറയുന്നത് ഫോർ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ ഇൻക്ലൈൻ ടു ഗ്രോ ഫാറ്റ് ഫോർ ദ എക്സ്ട്രീംസ് ഓഫ് ലൈഫ്. Old people with morning diarrhea suddenly become constipated or alternate diarrhea and constipation. അതിന്റെ പൾസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ, പൾസ് ഹാർഡ് ആൻഡ് റാപ്പിഡ്. ആന്റിമോണിയം ക്രൂഡത്തിന് പൾസ് ഉണ്ടോ എന്നായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുക. ബട്ട് ദർ ഇസ് പൾസ് വിച്ച് ഇസ് ഹാർഡ് ആൻഡ് റാപ്പിഡ്. ഇനി അതില് ഇവർക്ക് നമുക്ക് മെന്റൽ സിംറ്റംസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഫ്രെറ്റ്ഫുൾനെസ് ആൻഡ് ഇറിറ്റബിലിറ്റി. അതുപോലെ അവരുടെ ടങ് തിക്ലി കോൾഡഡ് ആണ്. അവരുടെ സിംറ്റംസിന് ഒരു പ്രത്യേകത പറയുന്നത് അഗ്രിവേറ്റഡ് ബൈ ബോത്ത് ഹീറ്റ് ആൻഡ് കോൾഡ് ബാത്തിങ്. 2 കുളിയും പറ്റത്തില്ല, ചൂടുവെള്ളത്തിലും കുളിക്കാൻ പറ്റത്തില്ല, തണുത്ത വെള്ളത്തിലും. ബോത്ത് അഗ്രിവേറ്റഡ് ബൈ ഹീറ്റ് ആൻഡ് കോൾഡ്. അതായത് ഒരു ആംഫി തെർമലാണോ എന്ന് തോന്നിക്കുമാറാണ് ഇവരുടെ സിംറ്റംസ്. ഇതുകൊണ്ട് തന്നെ ഇവർക്ക് ഹീറ്റ് ഓഫ് സൺ ഒന്നും പറ്റാത്തതുകൊണ്ട് തന്നെ പലരും ഈ സൺസ്ട്രോക്ക് ഹെഡേക്കിന് മെഡിസിൻ കൊടുക്കാറുള്ളതാണ് കേട്ടോ. പിന്നെ വേറൊരു ഇറ്റാലിക് സിംറ്റം എന്ന് പറയുന്നത് an absence of pain where it could be expected. അത് മറന്നുപോയത് നമുക്ക് അറിയാവുന്ന ശ്രമോണി ആയിരിക്കും. പക്ഷെ അത് കൂടാതെ ആന്റിമോണിയം ക്രൂഡത്തിനകത്തും ആബ്സെൻസ് ഓഫ് പെയിൻ വേർ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം കേട്ടോ. ഞാനിതിൽ ടൈപ്ഡ് അല്ല, പക്ഷെ നിങ്ങൾ ആ കാര്യം കൂടെ ഇതിലൊന്ന് ഓർക്കണം. അതൊന്നും ഇറ്റാലിക്സ് അല്ലാത്തതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. പക്ഷെ ആബ്സെൻസ് ഓഫ് പെയിൻ വേർ ഇറ്റ് കുഡ് ബി എക്സ്പെക്റ്റഡ്. നമുക്ക് പെയിൻ ഉണ്ടാകാം, ഇതിന് പെയിൻ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല സിംറ്റംസും കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഹീറ്റ് ആൻഡ് കോൾഡ് ബാത്തിങ് പറ്റത്തില്ല, ഹീറ്റ് ഓഫ് സൺ അഗ്രിവേഷൻ ആണ്, ഫ്രെറ്റ്ഫുൾനെസ് ഉണ്ടെന്നുള്ള കൂടെ ആന്റിമോണിയം ക്രൂഡത്തിൽ ഓർക്കേണ്ടതാണ്. ഇനി ആന്റിയം ടാർട്ടാറിക്കമാണ്. ആന്റിയം ടാർട്ടാറിക്കം കീനോട്ട് പറയുന്നത് അഡാപ്റ്റഡ് ടു ടോർപ്പഡ് ഫ്ലെഗ്മാറ്റിക് പേഴ്സൺ ദ ഹൈഡ്രോജിനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കെല്ലാം പരിചയമുള്ളതാണ്. ഈ അവരുടെ റാറ്റ്ലിംഗ് ഓഫ് മ്യൂക്കസ് വിത്ത് ലിറ്റിൽ എക്സ്പെക്ട്രേഷൻ, ഡ്രൗസിനെസ്, ഡെബിലിറ്റി ആൻഡ് സ്വെറ്റ്. ഈ കാര്യം ഒന്ന് നോക്കണേ.
അവർക്ക് ഡ്രൗസിനെസ് ഉണ്ട്, ഡെബിലിറ്റി ഉണ്ട്, സ്വെറ്റ് ഉണ്ട്. പക്ഷെ ഡ്രൗസിനെസ്, വീക്ക്നെസ്, അതുപോലെ വീക്ക്നെസ്, സ്വെറ്റിംഗ് ആൻഡ് ബാക്ക് ഏക്ക് ഉള്ളത് കാലികാർബിലാണ്. കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഡ്രൗസിനെസ്, ഡെബിലിറ്റി ആൻഡ് സ്വെറ്റ് ഉള്ളത് ആന്റിയം ടാർട്ടിലാണെങ്കിൽ, സ്വെറ്റിംഗ്, ബാക്ക് ഏക്ക് ആൻഡ് വീക്ക്നെസ് ഉള്ളത് കാലികാർബിലാണ്. ബാക്ക് ഏക്ക് ആഡ് ചെയ്തോ അത് കാലികാർബായിരിക്കും. അല്ല, ക്ഷീണത്തെ കുറിച്ച് രണ്ടെണ്ണം പറഞ്ഞ് പ്ലസ് സ്വെറ്റിംഗ് ആണ് പറയുന്നതെങ്കിൽ ദാറ്റ് ഇസ് ആന്റിമോണിയം ടാർട്ടാറിക് കേട്ടോ. കോളറ മോർബസിനൊക്കെ ഇത് കൊടുക്കുന്നതാണ്. പല ചിൽസ് ആൻഡ് കൺട്രാക്ചേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. ബട്ട് ആനിയം ടാർട്ടിൽ ഈ കാര്യം നമുക്കറിയാമല്ലോ, നമ്മൾ പറഞ്ഞില്ല, ഈ ലിറ്റിൽ എക്സ്പെക്ട്രേഷനും ഭയങ്കര റാറ്റ്ലിംഗ് ഓഫ് മ്യൂക്കസ് ഉള്ള മെഡിസിൻ ആണ്. പക്ഷെ ഈ 3 സിംറ്റം നിങ്ങൾ ഓർക്കണം: ഡ്രൗസിനെസ്, ഡെബിലിറ്റി ആൻഡ് സ്വെറ്റ്. ഇറ്റ് ഇസ് സീൻ ഇൻ ആന്റിയം ടാർട്ട്. ഓക്കെ, ഇനി എപ്പിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പിസിന് ഒരുപാട് സിംറ്റംസ് പറയാനുണ്ട് കേട്ടോ. എങ്കിലും എപ്പിസിലെ പ്രധാനപ്പെട്ട കാര്യം സ്ട്രൂമസ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഗ്ലാൻസ് എൻലാർജ്, ഇൻഡ്യൂറേറ്റഡ്, സീറസ് അല്ലെങ്കിൽ ഓപ്പൺ ക്യാൻസറിനൊക്കെ ഇത് കൊടുക്കും. വിമൻ എസ്പെഷ്യലി വിഡോസ്, ചിൽഡ്രൻ ആൻഡ് ഗേൾസ് ഹു ദോ ജനറലി കെയർഫുൾ ബിക്കം ഓക്വേർഡ്. ഓക്വേർഡ് ആയിട്ട് നമുക്ക് അറിയാം, നെയ്ട്രമോർ ഉണ്ട്, ബൊവിസ്റ്റെ ഉണ്ട്. അതേപോലെ ഒരു മെഡിസിൻ ആണ് എപ്പിസ്. ഓക്കെ, എപ്പിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ എപ്പിസ് എന്ന് പറയുന്നത് ഒട്ടും ഹീറ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. നമ്മൾ അയഡം പറഞ്ഞതുപോലെ തന്നെയാണ്, ഹീറ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എപ്പിസ്. പിന്നെ ഒത്തിരി ഇൻഫ്ലമേഷനും അതുപോലെ ഫ്യൂഷൻസും ഒക്കെ ഉണ്ട്. ഇതിൽ ഒരു കാര്യങ്ങൾ ഇവർക്ക് ഒരു കൺസ്ട്രക്റ്റഡ് സെൻസേഷൻ ഉണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്ത്. കൺസ്ട്രക്റ്റഡ് സെൻസേഷൻ, സ്റ്റിങ് ഓഫ് എ ബി പോലെയുള്ള വേദനകളാണല്ലോ, അപ്പോൾ കൺസ്ട്രക്റ്റഡ് സെൻസേഷൻസ് കൂടിയുണ്ട്. ബാക്കി എല്ലാം ജനറലി സിംറ്റംസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കീനോട്ടിൽ പറയുന്ന സിംറ്റംസ് തന്നെയാണ്. ഇവരുടെ ഒരു കാര്യം, ഇവർ ഭയങ്കര ഹോട്ട് ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി ആർജന്റം മെറ്റാലിക്കമാണ്. ആർജന്റം മെറ്റാലിക്കം എന്ന മെഡിസിൻ, ഓക്കെ, ആർജന്റം മെറ്റാലിക്കം ടോൾ, തിൻ, ഇറിറ്റബിൾ പേഴ്സൺസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ എഫക്ട്സ് ഓഫ് ഒനാനിസം. ഓൾഡ് സിന്നേഴ്സ് നമ്മൾ ആഗ്നസിൽ പറഞ്ഞെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എഫക്ട് ഓഫ് ഒനാനിസം എന്ന ഒറ്റ വാക്കിൽ പറയുകയാണ് ഇറ്റ് ഈസ് ആർജന്റം മെറ്റാലിക്കം. ഇവരുടെ പ്രത്യേകത വെച്ചാൽ ഇവർക്ക് എപ്പോഴും ഫ്രഷ് എയർ വേണമെന്നുള്ളവരാണ്. ലെഫ്റ്റ് സൈഡ് പെയിൻസ് ഇവർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ ഇവരുടെ ആക്ഷൻസ് നിങ്ങൾക്ക് അറിയാലോ, കാർട്ടിലേജിലും ലിഗമെന്റ്സിലും ഒക്കെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ എന്താ പറയാ, റോസ് സ്പോട്ട്, ദ ബൈഫർക്കേഷൻ ഓഫ് ട്രക്കിയ എന്നൊക്കെ പറയുന്നത് ഇവരുടെ പ്രത്യേകതയാണ് കേട്ടോ. ഇവരുടെ ഏറ്റവും വലിയ ആക്ഷൻ എന്ന് പറയുന്നത് തന്നെ ലാരിങ്സിലാണ്. അതുകൊണ്ടാണ് നമ്മൾ സിംഗേഴ്സിനൊക്കെ ആർജന്റം മെറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആർജന്റം മെറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൈറ്റ് എന്ന് പറയുന്നത് ലാരിങ്സ് ആണെന്നും ഇവർക്ക് ഫ്രഷ് എയർ ക്രേവിംഗ് ഉള്ളവരാണെന്നും കാർട്ടിലേജിലും ലിഗമെന്റ്സിലും ആണ് പ്രധാനപ്പെട്ട ആക്ഷൻ എന്നും ആർജന്റം മെറ്റിനെ കുറിച്ച് ഓർക്കണം. സോ ഇറ്റ് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ എഫക്ട് ഓഫ് ഒനാനിസം എന്ന കാര്യം ഓർക്കണം കേട്ടോ. ഇനി ആർജന്റം നൈട്രിക്കം ആണെങ്കിലോ, ഓൾവേസ് തിങ്ക് ഓഫ് ആർജന്റം നൈട്രിക്കം ഓൺ സീയിങ് വിതേർഡ്, ഡ്രൈഡ് അപ്പ്, ഓൾഡ് ലുക്കിംഗ് പേഷ്യൻസ്. പ്രായത്തെക്കാൾ ഉപരി പ്രായം തോന്നിക്കുന്നത് അല്ലെ, കൊച്ചു പിള്ളേരെ അല്ലെങ്കിൽ കൊച്ചായ ആളുകളെ തന്നെ ഒത്തിരി പ്രായം തോന്നിക്കുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ കൂടി ഉണ്ട് അങ്ങനെ. ഓക്കെ, അങ്ങനെ കേസ് നോക്കുന്ന കേസിലാണെങ്കിൽ യു ക്യാൻ തിങ്ക് ഓഫ് ആർജന്റം നൈട്രിക് എന്നാണ് പറയുന്നത്. ഇവർക്ക് ഇൻകോർഡിനേഷൻ, ലോസ് ഓഫ് കൺട്രോൾ, ട്രംബ്ലിംഗ്, ഇതൊക്കെ ഇവരുടെ സിംറ്റംസ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഡിസയർ ഫോർ സ്വീറ്റ്സ് ഉണ്ട്, വിതേർഡ് അപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ ഒരു ഫ്ലാറ്റുലൻ സ്റ്റേറ്റ് ഉണ്ട്, എക്സ്പ്ലോസീവ് ഇൻടോളറൻസ് ഓഫ് ഹീറ്റും ഇവർക്കുണ്ട്. പക്ഷെ അതിൽ ഈ 3 സിംറ്റംസേ ഇറ്റാലിക്സ് പറഞ്ഞിട്ടുള്ള, ഒന്ന് ക്രേവിംഗ്സ് ഫോർ സ്വീറ്റ്സ് ആണ്, മറ്റൊന്ന് ട്രംബ്ലിംഗ് ആണ്, അടുത്തത് ഇൻടോളറൻസ് ഓഫ് ഹീറ്റ് ആണ്. നമുക്ക് പറയുന്ന പോലെ തന്നെ എപ്പിസിനും ആർജന്റം നൈട്രിക്കത്തിനും ഹീറ്റ് ഇൻടോളറൻസ് ഉണ്ട്. ഓക്കെ, ദെൻ കമ്മിങ് ടു ആർണിക്ക മൊണ്ടാന. നമ്മുടെ ആർണിക്കയാണ്. ആർണിക്കയുടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നെർവസ് വിമൻ ആണ്, സാങ്ക്വിൻ, പ്ലിത്തോറിക് പേഴ്സൺസ്. അപ്പൊ നമ്മൾ പലയിടത്ത് ചിലത് സ്ട്രൂമസ് എന്ന് പറഞ്ഞു, ചിലത്ത് പ്ലിത്തോറിക് എന്ന് പറഞ്ഞു അല്ലെ. പ്ലിത്തോറിക് ഒന്ന് കണ്ട മുന്നേ നമ്മൾ കണ്ടത് അമൈൽ നൈട്രോസിലായിരുന്നു. അതേപോലെ കാണുന്നതാണ് ഇതിനകത്ത്. നെർവസ് വിമൻ ആണ്, സാങ്ക്വിൻ, പ്ലിത്തോറിക് പേഴ്സൺസ്, lively expression and very red face, especially adapted to those who remain long impressed by even slightest mechanical injuries. അപ്പൊ ഈ സ്ലൈറ്റസ്റ്റ് മെക്കാനിക്കൽ ഇഞ്ചുറീസ് ആണ് ട്രോമാറ്റിക് ഇഞ്ചുറീസിന് കുറെ കാലം മുൻപേ അവർ എക്സ്പോസ്ഡ് ആണ്. അതുപോലെ അപ്പോപ്ലെക്സിക്ക് ഈ മെഡിസിൻ കൊടുക്കും, സെറിബ്രൽ കൺജഷന് കൊടുക്കും. ഇവരുടെ പെയിൻ സോർ, ലെയിം, ബ്രൂസ്ഡ് പെയിൻ തന്നെയാണ്, അത് മറന്നു പോകരുത്. സോറിൽ നമ്മൾ ഫിസിക്കൽ ജേർണലിസ്റ്റ് പറയുന്നുണ്ട്, സോർ, ലെയിം, ബ്രൂസ്ഡ് ഫീലിംഗ് ആണ് ഇവർക്കുള്ളത് കേട്ടോ. അത് കാര്യം കൂടെ ഒന്ന് നോക്കുക. പിന്നെ എവിടെ ഏത് മസിലാണ്, ഏത് സ്ഥലത്താണ് റൊമാറ്റിസം ഉള്ളത്? റൊമാറ്റിസം ഓഫ് മസ്കുലാർ ആൻഡ് ടെൻഡിനസ് ടിഷ്യൂ. ബോൺ അല്ലെങ്കിൽ ജോയിന്റ്സിലെ റൊമാറ്റിസം അല്ല പറയുന്നത്, പകരം മസിലിലോ ടെൻഡിനസ് ടിഷ്യൂസിലോ ഒക്കെയാണ് ഇവരുടെ റൊമാറ്റിസം പറയുന്നത് കേട്ടോ. ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ആർണിക്ക മൊണ്ടാന, നെർവസ് വിമൻ, സാങ്ക്വിൻ,
Plethoric persons, lively expression and very red face, adapted to those who remain long impressed by even slightest mechanical injuries. ആ കാര്യം ഓർത്തേക്കും. ഇനി നമ്മുടെ ആസ്ട്രിയസ് റൂബൻസ് അഥവാ സാധാരണ ആൾക്കാർ ഈ ബ്രസ്റ്റ് ക്യാൻസറിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണല്ലോ. അപ്പൊ ആ മെഡിസിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഫോർ സൈക്കോട്ടിക് ഡയാത്തസിസ്, ഫ്ലാബി, ലിംഫാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇറിറ്റബിൾ ടെമ്പറാമെന്റ്. സൈക്കോട്ടിക് ഡയാത്തസിസ് ആണ്, ലിംഫാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇറിറ്റബിൾ ടെമ്പറാമെന്റ് ആണ്. ഇതിൽ പറയുന്നത് ഒരു സിംറ്റം നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം, ഇറ്റാലിക്സിൽ കൊടുത്തൊന്നും അല്ല. It has been given for cancer of the breast and has an unquestioned influence of cancer disease. Excitement in both sexes. Arterius rubens എന്ന് പറയുന്ന മെഡിസിനിൽ എക്സൈറ്റ്മെന്റ് ഇൻ ബോത്ത് സെക്സസ് എന്ന് വെച്ചാൽ ഒരുപാട് മെഡിസിൻ നമ്മൾ ഇനിയും പഠിക്കാനുണ്ട്, ഈ കല്ലേഡിയത്തിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എക്സൈറ്റ്മെന്റ് ഇൻ ബോത്ത് സെക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ മാത്രമാണ്. അപ്പൊ ക്യാൻസർ ഓഫ് ബ്രസ്റ്റിനൊരു ഇമ്പോർട്ടന്റ് ആക്ഷൻ ഇതിനുണ്ട് എന്നുകൂടെ ഓർക്കുക കേട്ടോ. ഇനി കമ്മിങ് ടു ഓറം മെറ്റാലിക്കം. ഓറം മെറ്റാലിക് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ആർമിക്കയിൽ പറഞ്ഞ പോലെ തന്നെ സാങ്ക്വിൻ ടെമ്പറാമെന്റ് തന്നെയാണ്. റൂഡി പീപ്പിൾ വിത്ത് ബ്ലാക്ക് ഹെയർ ആൻഡ് ഐസ്, ലൈവ്ലി, റെസ്റ്റ്ലെസ്, ആൻഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ. ചില സിംറ്റംസിന് കോമൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അതിലെ കുറച്ച് സിംറ്റംസിൽ ഒരു ഹൈലൈറ്റ്. അപ്പൊ നെർവസ് പ്ലിത്തോറിക് റിബൺ, ലോങ് ഇംപ്രസ്ഡ് ബൈ ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആർമിക്കാണ് അല്ലേ. ഇവിടെയാണെങ്കിലോ ആൻഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ, ലൈവ്ലി, റെസ്റ്റ്ലെസ്, ആൻഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഓൾ പീപ്പിൾ വിത്ത് വീക്ക് വിഷൻ, കോർപ്പുലന്റ് ആൻഡ് ടയർഡ് ഓഫ് ലൈഫ്. അപ്പൊ അതിൽ പണ്ട് പ്രൊഫിൽ വിജയക്കർ സാറുടെ ക്ലാസ്സിൽ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. അതായത് കുറെ കാലം വളരെ ഞങ്ങൾ ഈ ഗ്രൂപ്പ് മെഡിസിൻസ് പഠിക്കുമ്പോഴേ ഓറം ഗ്രൂപ്പിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതായത് കുറെ കാലം അവര് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺസ് ആണല്ലോ ഓറം മെഡിസിൻ. വളരെ കാലം വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവരുടെ എന്താണോ അവരുടെ ടെറിട്ടറി, എവിടാണോ അവരുടെ വർക്കിംഗ് ഏരിയ, അത് അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ആളുകൾക്ക് അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് കഴിയുമ്പോൾ അവർക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ അറിയത്തില്ല. അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അവർക്ക് അതിലെല്ലാം ബാക്കിയുള്ള ആര് ചെയ്താലും അതിൽ പെർഫെക്ഷൻ കിട്ടുന്നില്ല. പെട്ടെന്ന് ജോലി മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അയാളുടെ പൊസിഷൻ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന സിംറ്റംസ് ആണെന്നാണ് വിജയകർ സാർ പറഞ്ഞതും പിന്നെ ഞങ്ങൾ ഈ ഓറം ഗ്രൂപ്പിനെ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള അപ്പൊ ദേ വിൽ ബി ആങ്ഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ, ദേ വിൽ ബി ടയർഡ് ഓഫ് ലൈഫ്, ബാഡ് എഫക്ട്സ് ഓഫ് മെർക്കുറി, സിഫിലിസ് ഒക്കെ കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഇറ്റാലിക്സിൽ ഓറം മെറ്റിൽ പറയുന്ന സിംറ്റം ഓഫ് ബോറിക് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഡിസയർ ടു കമ്മിറ്റ് സൂയിസൈഡ് ആണ്. എപ്പോഴും അവർക്ക് സെൽഫ് ഡിസ്ട്രക്ഷൻ ആ ചിന്ത. എക്സോസ്റ്റോസിസും ക്യാരീസും ഒക്കെ ഇതിനകത്ത് കാണും. നമുക്കറിയാലോ ഒരു ഗോൾഡ് റെമഡി ആണല്ലോ അല്ലെ. അപ്പൊ ആ ഗോൾഡിൻ്റെതായിട്ടുള്ള കുറെ സിംറ്റംസ്, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള റെമഡിയാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആർട്ടിരിയോസ്ക്ലെറോസിസിനും ഹൈ ബ്ലഡ് പ്രഷറിനും ഒക്കെ ഈ മെഡിസിൻ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഗ്രേറ്റ് ഡിസയർ ടു കമ്മിറ്റ് സൂയിസൈഡ്, ഓറമെറ്റഡ് സൂയിസൈഡൽ റെമഡി തന്നെയാണല്ലോ. നക്സോമിക്കിന് പേടിയുണ്ടെങ്കിൽ ഓറമെറ്റഡ് ഇതേ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട് കേട്ടോ. അപ്പം ആ കാര്യം ഒന്ന് ഓർത്തിരിക്കും. ഇനി അടുത്തതാണ് നമ്മളെ കോമൺ ആയിട്ടുള്ള ബാപ്റ്റീഷ്യ മെഡിസിൻ. ബാപ്റ്റീഷ്യ നമുക്ക് സ്ഥിരമായി നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ ബാപ്റ്റീഷ്യ എന്തിനു കൊടുക്കും? ടെമ്പറേച്ചർ കുറയ്ക്കാൻ കൊടുക്കും അല്ലെ. ബാപ്റ്റീഷ്യ ശരിക്കും ലിംഫാറ്റിക് ടെമ്പറാമെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. മസ്കുലാർ സോർനെസ്സും പ്യൂട്രഡ് ഫിനോമിന ഓൾവേസ് പ്രസന്റ് ആണ്. ഇതിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലോ ഡൈലൂഷൻ പ്രൊഡ്യൂസസ് എ ഫോം ഓഫ് ആന്റിബോഡീസ് ടു ബാസിലിനം ടൈഫസ് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഓർക്കണേ. ഇവരെ നമ്മൾ ടൈഫോയിഡ് കാരിയേഴ്സിനൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം മാത്രം ഓർക്കണം, ടൈഫോയിഡ് ബാസിലസിനെതിരെ ഒരു ആന്റിബോഡി പോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ ബാപ്റ്റീഷ്യക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെപ്റ്റിക് കണ്ടീഷൻസ് കൊടുക്കുന്നത്. ഈവൻ ദോ പൈറോജൻ ആണ് നമ്മുടെ മനസ്സിൽ വരുമെങ്കിലും സെപ്റ്റിക് കണ്ടീഷൻസിന് ഇത് ബാപ്റ്റീഷ്യ കൊടുക്കും കേട്ടോ. ഇനി കമ്മിങ് ടു ബരൈറ്റ കാർബ്. ബരൈറ്റ കാർബിന് ഒരുപാട് സിംറ്റംസ് ഉണ്ട്. വേഗത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ബരൈറ്റ കാർബ് കൊടുക്കുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചൈൽഡ്ഹുഡിലാണ്. ഡോഫ് ആയിട്ടുള്ള ആളുകളാണ്. പെട്ടെന്ന് സ്ക്രോഫുലസ് ഒഫ്താൽമിയ, കോർണിയ, ഒപ്പേസിറ്റി ഒക്കെ ഇവർ കാണിക്കും. പിന്നെ ഹിസ്റ്റീരിക്കൽ ആയിട്ടുള്ള ഡോഫിഷ് ഓൾഡ് മെയ്ഡ്സ് വിത്ത് സ്കാൻഡി മെൻസസ് ഇവർക്കുണ്ട്. പിന്നെ ഓൾഡ് കാറ്ററ്റിക് പീപ്പിൾസ് എസ്പെഷ്യലി വെൻ ഫാറ്റ് ഓർ ദോസ് ഹു സഫർ ഫ്രം ഗൗട്ട്ലി കംപ്ലൈൻറ്റ്സിന് കൊടുക്കും. കംപ്ലൈൻറ്റ്സ് ഓഫ് ഓൾഡ് ഡ്രങ്കാർഡ്സിന് കൊടുക്കും. പിന്നെ ക്വിൻസി ഉള്ള പേഷ്യൻസ് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഈ ക്വിൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളിക്കുലർ ടോൺസിലൈറ്റിസിന്റെ ഒരു വെറൈറ്റി പോലെയാണ്. അതായത് കുറെ പസ്സൊക്കെ നിൽക്കുന്ന സംഭവമാണ്. ഇത് കറക്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന രണ്ട് മെഡിസിനിൽ ഒന്ന് ബരൈറ്റ കാർബും ഒന്ന് സോറിനുമാണ് കേട്ടോ. പ്രോൺ ടു സെപ്പറേഷൻ, മറ്റൊന്ന് ഹെപ്പാസൾഫ് ഉണ്ട്. എങ്കിലും
സബ്ജക്റ്റ് ടു ക്വിൻസി എന്നുള്ളതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയായിരിക്കും, ഒന്ന് സോറിനോ ഒന്ന് ബരൈറ്റ കാർബാണ് കേട്ടോ. പിന്നെ ഇത് ഏത് ഏജ് ഗ്രൂപ്പിനാ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ആന്റിമോണിയം ക്രൂഡ് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് അല്ലെ. ഇത് ഇൻഫൻസി ആൻഡ് ഓൾഡ് ഏജിലാണ് കൊടുക്കുന്നത്. ഇവർക്ക് സ്വെള്ളൻ ടോൺസിൽസ് എല്ലാം ഉണ്ട്, ഒഫൻസീവ് ഫുഡ് സ്വെറ്റ്സ് ഉണ്ട്. ഇറ്റാലിക്സിൽ പറഞ്ഞൊരു സംഭവമാണ് അന്യൂറിസത്തിന് കൊടുക്കുന്നു. അന്യൂറിസം എന്ന കണ്ടീഷൻസിന് കൊടുക്കുന്നു. ഇതൊരു വാസ്കുലാർ പോയ്സൺ ഒക്കെ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ അന്യൂറിസത്തിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് ബരൈറ്റ കാർബ്. ബരൈറ്റ കാർബ് ഈ ലിംഫ് എൻലാർജ്മെന്റ്സ് എല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ ഈവൻ ഈ ഒരു അന്യൂറിസം കണ്ടീഷൻ ഒക്കെ റിലേറ്റഡ് ആണെങ്കിൽ അതിന് കൊടുക്കാറുണ്ട്. നമ്മൾ ഓറമെറ്റ് ആർട്ടിക്കൽ സിറോസിസിന് കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ബരൈറ്റ കാർബ് അന്യൂറിസത്തിന് കൊടുക്കുന്നു. അതേസമയം ബരൈറ്റ മോർ എന്തിനു കൊടുക്കുന്നു? നമ്മളെ ഹൈപ്പർ ടെൻഷൻ വിത്ത് ഈ ഡയസ്റ്റോളിക് സിസ്റ്റോളിക് വേരിയേഷൻ ഉണ്ടെങ്കിൽ ബരൈറ്റ മോർ 3x കൊടുക്കുന്നവരുണ്ട്, 1x കൊടുക്കുന്നവരുണ്ട്. ബട്ട് യൂസ്ഫുൾ ആണ് കേട്ടോ. ഇനി കമ്മിങ് ടു ബെലഡോണ. ബെലഡോണയെ കുറിച്ച് നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള മെഡിസിൻ ആണല്ലോ അല്ലെ. ബെലഡോണ എപ്പോഴും ഒരു ബിലിയസ് ടെമ്പറാമെന്റ് ഉള്ള അല്ലെങ്കിൽ ബിലിയസ് ലിംഫാറ്റിക് constitution who are lively and entertaining well but violent and often delirious when sick. ഡെലീറിയസ് വെൻ സിക്ക് ആണ് ഈ മെഡിസിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഡെലീറിയസ് വെൻ എന്റർടൈനിങ് ആണ് കേട്ടോ. ഡെലീറിയസ് വെൻ എന്റർടൈനിങ് ബട്ട് വയലന്റ് ഓഫ് ഡെലീറിയസ് വെൻ സിക്ക്. ഓക്കെ, women and children with light hair, blue eyes, fine complexion, delicate skin, sensitive, nervous. ഡോക്ടർ ഹാൻഡ് റൈസ് സൈൻ വെച്ചിട്ടുണ്ടല്ലോ, എന്തെങ്കിലും കേൾക്കുന്നില്ലാഞ്ഞിട്ടായിരുന്നോ? പേര് കാണാൻ വയ്യ, ബി സ്മൈൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. Women and children with light hair and blue eyes, fine complexion, delicate skin, sensitive, nervous, threatened with convulsions and tuberculous patient. ആ കാര്യങ്ങൾ നമുക്ക് അറിയായിരിക്കും. പക്ഷെ ബോറിക്കില് ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം നിങ്ങൾ ഒന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നോട്ട്സ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോറിക്കിൽ അണ്ടർലൈൻ ചെയ്യണം. ഒന്ന്, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം ഉണ്ട്. ഇത് ഒരു ചിൽഡ്രൻസ് റെമഡി ആണെന്നാണ്. ഗ്രേറ്റ് ചിൽഡ്രൻസ് റെമഡി അണ്ടർലൈൻ ചെയ്യണേ. അതുകൊണ്ട് ഞാൻ ബോറിക്കുലർ സിംറ്റം ഇമ്പോർട്ടൻ്റ് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഗ്രേറ്റ് ചിൽഡ്രൻസ് റെമഡി. രണ്ടാമത് എയർ സിക്നെസ്സിന് കൊടുക്കും. മൂന്നാമത് നോ തേഴ്സ്റ്റ്, ആങ്സൈറ്റി ഓർ ഫിയർ. ഈ മൂന്ന് സിംറ്റം ബോറിക്കിൽ ബെലഡോണയുടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്ന് ഗ്രേറ്റ് ചിൽഡ്രൻസ് റെമഡി, രണ്ട് എയർ സിക്നെസ്, മൂന്ന് നോ തേഴ്സ്റ്റ്, ആങ്സൈറ്റി ഓർ ഫിയർ. ആ സിംറ്റം മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ബെലഡോണ വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ബിലിയസ് ലിംഫാറ്റിക് പ്ലിത്തോറിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കണ്ട. പക്ഷെ അതിലെ ഇടയിലുള്ള വരികൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലൈവ്ലി, എന്റർടൈനിങ് വെൻ വെൽ ബട്ട് വയലന്റ് ആൻഡ് ഓഫൺ ഡിലീരിയസ് വെൻ സിക്ക്. ഇനി അടുത്തത് ബെൻസോയിക് ആസിഡ് ആണ്. ബെൻസോയിക് ആസിഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ബെൻസോയിക് ആസിഡ് എപ്പോഴും ഗൗട്ടി റുമാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കുന്നത് അല്ലെ. റുമാറ്റിക് ഡയാലിസിസ് എൻഗ്രാഫ്റ്റഡ് ഓൺ എ ഗൊണോറിയൽ ഓർ എ സിഫ്ലിറ്റിക് പേഷ്യന്റ്. ഇതില് ബോറിക്കില് ഒന്ന് രണ്ട് സിംറ്റംസ് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണേ. ഒന്ന്, ചിൽഡ്രൻ വാണ്ട്സ് ടു ബി നേഴ്സ്ഡ് ഇൻ ആം ബട്ട് കനോട്ട് ബി ലേ ഡൗൺ. കണ്ടോ, ചിൽഡ്രനെ അവരുടെ കൈകളിൽ വെച്ചിട്ട് പറ്റിയാണ് അല്ലെ, പക്ഷെ അവർ ഒരിക്കലും താഴോട്ട് വെക്കാൻ പറ്റത്തില്ല. രണ്ടാമത് അവരുടെ യൂറിനറി സിംറ്റംസ് ആണ്. യൂറിൻ ഹൈലി കളേർഡ് ആൻഡ് വെരി ഒഫെൻസീവ് ആണ്. പിന്നെ പറയുന്ന ഒരു സിംറ്റം ഉണ്ട്, അത് ശരിക്കും എക്സ്ട്രിമിറ്റീസിലാണ് പറയുന്നത്, എങ്കിലും പെയിൻ ഇൻ ടെൻഡോയിക്ലസ്. ഈ മൂന്ന് കാര്യം ബോറിക്കില് വിട്ടുപോകരുത്. ഒന്നെന്ന് പറഞ്ഞാൽ യൂറിനസ് ഓർഡർ ആണ്. രണ്ടാമത് ചിൽഡ്രൻസ് വോണ്ട് ടു ബി നേഴ്സ്ഡ് ഇൻ ആംസ് ആണ്, വിൽ നോട്ട് ബി ലേ ഡൗൺ. പിന്നെ ഗൗട്ടി കംപ്ലൈൻസിന് കൊടുക്കുന്നതാണ് നമുക്ക് അറിയാലോ. യൂറിക് ആസിഡ് ഡയാലിസിസ് കറക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് ബെൻസോയിക് ആസിഡ്. ഗൗട്ടി റുമാറ്റിക് വിത്ത് ഗൊണോറിയ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബെൻസോയിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കും. നമ്മൾ പല ഈ ക്രിബില് ആളെ പാമ്പർ ചെയ്യുന്ന ബൊറാക്സ് ആണോ സാനിക്കുലയാണോ എന്നൊക്കെ ഓർക്കും. പക്ഷെ ഇങ്ങനെ ഒരു സിംറ്റം കെടുക്കുന്നത് ബോറിക്കിലാണ് കേട്ടോ. ഇനി അടുത്തത് ബൊവിസ്റ്റ ആണ്. ബൊവിസ്റ്റ എല്ലാവരും സാധാരണ കൊടുക്കുന്ന രണ്ട് കാര്യങ്ങൾക്കാണ്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ബൊവിസ്റ്റയുടെ ഈ റീസെന്റ് ഞാനൊക്കെ അധികം കൊടുക്കുന്നത് ബൊവിസ്റ്റ ഈ ലുക്കോറിയോ കേസൊക്കെ വരുമ്പോഴാണ് കൊടുക്കുന്നത്. പക്ഷെ അതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ളത്
ഈ ഓൾഡ് മെയ്ഡ്സ് വിത്ത് പാൽപിറ്റേഷൻ എത്ര വന്നാലും നമ്മൾ ഓർക്കാത്തൊരു കാര്യമായിരിക്കും ബോവിസ്റ്റ പാൽപിറ്റേഷൻ ഓൾഡ് മെയ്ഡ്സിന് ഉണ്ടാവുമോ കൊടുക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഓൾഡ് മെയ്ഡ് പറഞ്ഞത് ബരൈറ്റ കാർബിലായിരുന്നു അല്ലെ, അതേപോലെ ഓൾഡ് മെയ്ഡ് വിത്ത് പാൽപിറ്റേഷൻ പറയുന്നത് ബോവിസ്റ്റയാണ്. മറ്റൊന്ന് സ്റ്റാമറിങ് ചിൽഡ്രൻ. ബോവിസ്റ്റ സ്റ്റാമറിങ്ങിന് കൊടുക്കും. സ്ട്രമോണിൽ മാത്രമല്ല, അല്ലെങ്കിൽ സ്പൈജീലിയ മാത്രമല്ല സ്റ്റാമറിങ്ങിന് കൊടുക്കുന്നത്, ബോവിസ്റ്റയും സ്റ്റാമറിങ് ഓഫ് ചിൽഡ്രൻ. ഈ ഇങ്ങനത്തുള്ള വൺ വേർഡുകൾ അല്ലെങ്കിൽ വൺ സെന്റൻസുകൾ, സ്മോൾ സെന്റൻസുകൾ എപ്പോഴും ഓർക്കണം കേട്ടോ. അത് അവർക്കൊരു ഇഷ്ട പോയിന്റ്. പണ്ട് കാലത്തൊക്കെ എപ്പോഴും പഠിക്കുമ്പോൾ ആൾക്കാർ പറയുന്നതാണ് നിങ്ങൾ അലൻ സ്കിനോട്ടിലെ സിമ്പിൾ സെന്റൻസുകൾ നോട്ട് ചെയ്യണമെന്ന്. അതേപോലെ ഒരു സംഭവമാണ് ഈ സംഭവം കേട്ടോ. സ്റ്റാമറിങ് ചിൽഡ്രൻ adapted to old maid with palpitation and stammering children. ഈ ബോറിക്കില് ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടില്ല, ടെക്ടറി പേഷ്യൻസിനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം കേട്ടോ. അപ്പം ഈ കാര്യം കൂടെ ഒന്ന് ഓർക്കുക ബോവിസ്റ്റയിൽ. ഇനി കമ്മിങ് ടു ബ്രോമിയം. ബ്രോമിയത്തിനെ കുറിച്ച് ഇഷ്ടം പോലെ കഥകളുണ്ട്. അതായത് ബ്രോമിയം എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ പേഴ്സൺസിനാണ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ അലർജിക് റൈനൈറ്റിസിനൊക്കെ ബ്രോമിയം കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാവോ, അലർജിക് റൈനൈറ്റിസിൽ അഗ്രിവേഷൻ ഫ്രം ഡസ്റ്റ് ഉള്ള 2 റെമഡീസിൽ ഒന്ന് ബ്രോമിയാണ്, രണ്ടാമത് ലൈസിനാണ്. അപ്പൊ ഈ ബ്രോമിയത്തിന് തൈറോയ്ഡ് കംപ്ലൈൻസ് ഉള്ളവർക്ക് കൊടുക്കാം, ആസ്തമാറ്റിക് കംപ്ലൈൻസ് ഉള്ളവർക്ക് കൊടുക്കാം. ഇതിനോടൊപ്പം ഒരു സംഭവമാണ് ഈ ഗ്ലാൻഡുലാർ എൻലാർജ്മെന്റ് എല്ലാം ബ്രോമിയത്തിനുള്ളതാണ്. സോ ബട്ട് നോട്ട് എക്സ്ക്ലൂസീവ്ലി ഓൺ പേഴ്സൺസ് വിത്ത് ലൈറ്റ് ബ്ലൂ ഐസ്, ഫ്ലാക്സൻ ഹെയർ, ലൈറ്റ് ഐബ്രോസ്, ഫെയർ ഡെലിക്കേറ്റ് സ്കിൻ, ബ്ലോണ്ട്, റെഡ് ചീക്ക്, സ്ക്രോഫ്ലെസ് ഗേൾസ്. നമ്മളെ ബെലഡോണയെ പോലെ ഒരു ബ്യൂട്ടിഫുൾ ഗേൾസ് അല്ലെങ്കിൽ ബ്ലോണ്ട് ആയിട്ടുള്ള ആളുകളാണ് ബ്രോമിയത്തിനുള്ളത്. പക്ഷേ ഇവരുടെ എല്ലാ കംപ്ലൈന്റുകളും ലെഫ്റ്റ് സൈഡിലാണ്. ഇപ്പൊ ബ്രോമിയത്തിനകത്ത് എല്ലാ കംപ്ലൈന്റും ലെഫ്റ്റ് സൈഡാണ്, ഒരിക്കലും മറന്നു പോകരുത്. കാരണം നിങ്ങൾ ഈ സിംറ്റംസ് മുഴുവൻ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ലെഫ്റ്റ് സൈഡ് മംസ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ഓവറി അഫെക്ഷൻസ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ഗ്ലാൻഡുലാർ എൻലാർജ്മെന്റ് ഉണ്ട്, തൈറോയ്ഡ് എൻലാർജ്മെന്റ് ഉണ്ട്, എല്ലാം ദേ വിൽ ഹാവ് എന്താണ് ലെഫ്റ്റ് സൈഡ് ആണ് കേട്ടോ. ടെൻഡൻസി ടു ഇൻഫിൽട്രേറ്റ് ഗ്ലാൻഡ്സ് ബിക്കം ഹാർഡ് ബട്ട് സെൽഡം സെപ്പറേറ്റ്. അവർ സെപ്പറേറ്റ് ചെയ്തില്ല, ഗ്ലാൻഡ് ഹാർഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ തൈറോയ്ഡ് കേസിന് ഇത് കൊടുക്കുന്നത്. ഇതിലൊരു ഇമ്പോർട്ടന്റ് ഡെലൂഷൻ നിങ്ങൾക്ക് ബോർക്ക് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ. ഡെലൂഷൻ ദാറ്റ് ദ സ്ട്രേഞ്ച് പേഴ്സൺ ആർ ലുക്കിംഗ് ഓവർ പേഷ്യൻസ് ഷോൾഡർ. നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു സിംറ്റം ആയിരിക്കാം, ചോദിച്ചാൽ എഴുതാട്ടോ. ആളുടെ ഷോൾഡറിലോട്ട് സ്ട്രേഞ്ച് പേഴ്സൺസ് നോക്കുന്നു എന്നൊരു ഫീലിംഗ് ബ്രോമിയത്തിനുണ്ട്. ബാക്കി നിങ്ങൾ നോക്കിയാൽ എല്ലാം ബ്രോമിയത്തിൻ്റെത് ലെഫ്റ്റ് സൈഡാണ് കേട്ടോ. ആ കാര്യം കൂടി ഒന്ന് ഓർക്കുക. ഇനി കമ്മിങ് ടു ബ്രയോണിയ. ബ്രയോണിയ പേഷ്യൻസിന് ഒരുപാട് സിംറ്റംസ് ഉണ്ട്. എനിവേ പേഴ്സൺസ് ഓഫ് ഗൗട്ടി റുമാറ്റിക്, നമ്മുടെ ബെൻസോയിക് ആസിഡിനെ പോലെ തന്നെ ഇതിനും ഗൗട്ടി കണ്ടീഷൻസ് ഉണ്ട്. സോ കോൾഡ് ബിലിയസ് അറ്റാക്സ് ഉണ്ട്. ആർ ഇറിറ്റബിൾ, ഇൻക്ലൈൻഡ് ടു ബി വെഹിമെന്റ്, ആംഗ്രി, ഡാർക്ക് ഓർ ബ്ലാക്ക് ഹെയർ, ഡാർക്ക് കോംപ്ലക്ഷൻ, ഫേം മസ്കുലാർ ഫൈബർ, ഡ്രൈ നെർവസ് സ്ലെൻഡർ പീപ്പിൾ. ബ്രയോണിയെ പോലെ മെലിഞ്ഞവരാണ്, ഭയങ്കര ദേഷ്യക്കാരാണ്, ബ്ലാക്ക് ഹെയർ ഉള്ളവരാണ്, ബിലിയസ് അറ്റാക്ക് ഉള്ളവരാണ്. അതിലൊരു ഇറ്റാലിക് സിംറ്റംസ് എന്ന പോലെ പറയുന്ന ഒരു സിംറ്റം ആണ് ഫിസിക്കൽ വീക്ക്നെസ്, ഓൾ പ്രിവൈഡിങ് അപ്പതി. ആക്ച്വലി അതിന്റെ മീനിങ് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇങ്ങനെ ഒരു സാധനം ബോറിക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫിസിക്കൽ വീക്ക്നെസ്, ഓൾ പ്രിവൈഡിങ് അപ്പതി എന്ന് ചോദിച്ചാൽ അതിലെഴുതണം. പണ്ടൊരു MCQ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ ഇട്ടൊരു MCQ ഉണ്ട്, ബേണിംഗ് ഇൻ ലോവർ ലിപ്പ് ഇൻ ഓൾഡ് സ്മോക്കേഴ്സ്. അത് ഇറ്റാലിക്സ് പോലും കൊടുത്തൊരു സിംറ്റം അല്ല, പക്ഷെ അന്നത്തെ ഉണ്ടായിരുന്ന ഇന്നത്തെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കോഴിക്കോട് കോളേജിലുള്ള ശ്രീനാഥ് എന്ന് പറയുന്ന ഞങ്ങളുടെ സീനിയർ ആയിരുന്നു. പുള്ളി അന്നത്തെ ഒരു MCQയിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ബേണിംഗ് ഇൻ ദ ലോവർ ലിപ്പ് ഇൻ ഓൾഡ് സ്മോക്കേഴ്സ്. നിങ്ങൾ കണ്ടോ, മൗത്തിൽ കിടപ്പുണ്ട്. അത് ബ്രയോണിയയിലാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ബ്രയോണിയയില് ഫിസിക്കൽ വീക്ക്നെസ്സും മ്യൂക്കസ് മെംബ്രെയിൻ ഡ്രൈ ആണെന്നുള്ളതും, പിന്നെ ബ്രയോണിയയുടെ പെയിനും കാലികാർബിന്റെ പെയിനും ചെറിയ ബന്ധമുണ്ട്. സ്റ്റിച്ചിങ് പെയിൻസ് ആണ് കേട്ടോ. സ്റ്റിച്ചിങ്, ടിയറിങ്, വേഴ്സ് ബൈ മോഷൻ, ബെറ്റർ ബൈ റെസ്റ്റ് ഒക്കെയാണ്. പക്ഷെ സ്റ്റിച്ചിങ് പെയിൻ ഉള്ള ഒരു മെഡിസിൻ കാലികാർബ് ആണെങ്കിൽ ഒരു മെഡിസിൻ ബ്രയോണിയാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ കാക്ടസ് ആണ്. ഓക്കെ, കാക്ടസിനെ കുറിച്ച് പറയുമ്പോൾ കാക്ടസ് എന്ന മെഡിസിനിൽ കുറേ സംഭവങ്ങൾ കിടപ്പുന്നുണ്ടെങ്കിലും കാക്ടസിന് നമുക്കറിയാം, കാക്ടസ് ഇസ് റിനൗണ്ട് ഫോർ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ അല്ലേ. സാങ്കുനസ് കൺജഷൻ തന്നെയാണ് ഇൻ പേഴ്സൺസ് ഓഫ് പ്ലിത്തോറിക് ഹാബിറ്റ്. അതിലൊന്നും പ്രത്യേകതയില്ല. ഹെമറേജ് ആൻഡ് സാങ്കുനസ് അപ്പോപ്ലക്സി കീനോട്ട് ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം. സാങ്കുനസ് അപ്പോപ്ലക്സി എന്ന മാറ്റർ കിടക്കുന്നത് കാക്ടസിലാണ്. ഇനി സാഡ്നെസ്, മെലങ്കോളി, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അതായത് ഒരു ഹാർട്ട് പേഷ്യന്റിന് വരുന്ന ടെൻഷൻ അല്ലെങ്കിൽ അവർക്ക് വരുന്ന സാഡ്നെസ്സും മെലങ്കോളിയും ഇതിനകത്ത് കാണുമെന്നാണ് പറയുന്നത്.
പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഇറ്റാലിക്സിൽ കൊടുത്ത കാക്ടസിൽ കിടക്കുന്ന ഒരു സിംറ്റം ഓർക്കണം. ഇറ്റ് ഫേവേഴ്സ് ദ ഫോർമേഷൻ ഓഫ് ക്ലോട്ട്സ് സ്പീഡിലി. കണ്ടോ? അപ്പൊ നമ്മൾ ഒരു ആർട്ടീരിയോസ്ക്ലെറോസിസ് അല്ലെങ്കിൽ ഒരു അതിരോസ്ക്ലെറോസിസ് കേസിന് കാക്ടസ് സത്യം പറഞ്ഞാൽ കൊടുത്തുകൂടാ. കണ്ടോ? ഇറ്റ് ഫേവേഴ്സ് ദ ഫോർമേഷൻ ഓഫ് ക്ലോട്ട്സ് സ്പീഡ്ലി. പിന്നെ 3 വേർഡുകൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പൾസ്ലെസ്, പാൻറ്റിങ് ആണ്, പെയിന്റിങ് അല്ല കേട്ടോ, പാൻറ്റിങ് ആൻഡ് പ്രോസ്ട്രേറ്റഡ്. ഈ 3 P കാക്ടസിൽ കാണും. ഇറ്റാലിക്സിലൊന്നും കൊടുത്തതല്ല, പക്ഷെ ഈ കാര്യം നിങ്ങൾ നോക്കണം കേട്ടോ. പൾസ്ലെസ്, പാൻറ്റിങ് ആൻഡ് പ്രോസ്ട്രേറ്റഡ്. ഇത് ഹെമറേജും കൺസ്ട്രക്ഷൻസും പീരിയോഡിസിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ പറയുന്ന എല്ലാ സിംറ്റംസ് കാക്ടസിന് അലൻ സ്കിനോട്ടിൽ പറയുന്ന എല്ലാ സിംറ്റംസും ഉണ്ട്. പക്ഷെ ഫേവേഴ്സ് ദ ഫോർമേഷൻ ഓഫ് ക്ലോട്ട് സ്പീഡ്ലി എന്ന് ഇറ്റാലിക്സിൽ കൊടുത്ത കാര്യം നിങ്ങൾ ഓർത്തിരിക്കണേ. ഓക്കെ, ദെൻ കമ്മിങ് ടു കാൽക്കേരിയ ആർസ്. കാൽക്കേരിയ ആർസിന് ഉള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് ഈ വിഡ്രോവൽ സിംറ്റംസ്, അല്ലെങ്കിൽ ഓൾറെഡി ഭയങ്കര ആൽക്കഹോളിക് ആയ ആൾക്കാർ വിഡ്രോവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ആബ്സ്റ്റെയിൻ ചെയ്യുമ്പോൾ അവർക്ക് ക്രേവിംഗ് ഫോർ ആൽക്കഹോൾ വരുവാണെങ്കിൽ കാൽക്കേരിയ ആർസ് കൊടുക്കാവുന്നതാണ്. പിന്നെ ഫ്ലഷി വിമണിൽ മെനോപോസ് അപ്രോച്ച് ചെയ്യുമ്പോഴും ഇത് കൊടുക്കാം. പക്ഷെ ഇതൊന്നും അല്ല നമ്മുടെ ബോറിക്കിൽ കിടക്കുന്നത്. ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ സീരിയസ് ആയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് നെഫ്രൈറ്റിസിന് കൊടുക്കാം വിത്ത് സെൻസിറ്റീവ്നെസ് കിഡ്നി. പിന്നെ ഇത് മലേറിയയ്ക്ക് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇൻഫെന്റൈൽ ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി ഇതിനകത്ത് കാണും. പിന്നെ ആൻഡ് എപ്പിലെപ്സി വിത്ത് ഓറ ഫെൽറ്റ് ഇൻ ഹാർട്ട്. അതിന്റെ ഓറ എവിടെയാണ് ഫീൽ ചെയ്യുന്നത്? ഹാർട്ടിലാണ്. ഇതെല്ലാം ബോറിക് സിംറ്റംസ് ആണ്. സ്പീനും മെസൻട്രിക് ഗ്ലാൻസിനും ഒക്കെ ആക്ഷൻ ഉണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി കാണുമെന്നും പിന്നെ നെഫ്രൈറ്റിസ് വിത്ത് സെൻസിറ്റീവ്നെസ് ഇൻ കിഡ്നി റീജിയൻ കാണുമെന്നും പിന്നെ എപ്പിലെപ്സി വിത്ത് ഹോറ ഫെൽറ്റ് ഇൻ ഹാർട്ട് എന്ന് കാണുന്നതും നമ്മുടെ ഈ മെഡിസിൻ ആണ് കേട്ടോ. ഇനി കാൽക്കേരിയ കാർബിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, കാൽക്കേരിയ കാർബ് സോറിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പെയിൽ, വീക്ക്, ടിമിഡ്, ഈസിലി ടയേർഡ് വെൻ വാക്കിംഗ്. അപ്പം കാൽക്കേരിയ കാർബ് എന്ന് പറയുന്നത് ശരിക്കും ലൂക്കോഫ്ലെഗ്മാറ്റിക് പേഴ്സൺസ് ആണ് കേട്ടോ. നമ്മൾ ഇനിയും കുറെ മെഡിസിൻസ് ലൂക്കോഫ്ലെഗ്മാറ്റിക് പഠിക്കും. അതേപോലെ ഒരു മെഡിസിൻ ആണ് കാൽക്കേരിയ കാർബ് എന്ന് പറയുന്നത്. സോറിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഹു ഗ്രോസ് ടു റാപ്പിഡ്ലി, who grow fat, corpulent, unwieldy, that great ഹാനിമാനിയൻ ആന്റിസോറിക്. ആ കാര്യം കാൽക്കേരിയ കാർബിന്റെ പ്രത്യേകതയാണ്. ഹാനിമാന്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേറ്റ് ഹാനിമാനിയൻ ആന്റിസോറിക് എന്ന് വിളിക്കുന്നത് കാൽക്കേരിയ കാർബിനെ. അപ്പൊ പല മെഡിസിൻസ് നമ്മൾ ചോദിച്ചാലും മറന്നു പോകരുത്, കാൽക്കേരിയ കാർബിനെയാണ് ഇങ്ങനെയാണ് പറയുന്നത്. ഗ്രേറ്റ് ഹാനിമാനിയൻ ആന്റിസോറിക്, എ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി പാർ എക്സലൻസ് എന്നാണ് കാൽക്കേരിയ കാർബിനെ കുറിച്ച് ബോറിക്ക് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ എ ജെയ്ഡഡ് സ്റ്റേറ്റ്, മെന്റൽ ഓർ ഫിസിക്കൽ, ഡ്യൂ ടു ഓവർവർക്ക്. ഒരു തരം ഒരു വയ്യായ്മ പോലെ. ഓക്കെ, ഡ്യൂ ടു ഓവർവർക്ക്. എ ജെയ്ഡഡ് സ്റ്റേറ്റ് എന്ന് നമ്മൾ എവിടെ ഒരു മെഡിസിനിൽ ഞാൻ വായിച്ചിടത്തോളം കണ്ടിട്ടില്ല. അത് കണ്ടിട്ടുള്ളത് കാൽക്കേരിയ കാർബിലാണ്. മെന്റൽ ഓർ ഫിസിക്കൽ, ഡ്യൂ ടു ഓവർവർക്ക്. പിന്നെ ഡീപ് മസിൽസിലുള്ള ആബ്സസുകൾ, എക്സോസ്റ്റോസിസ്, ഇതിനെല്ലാം കൊടുക്കാം. മറ്റൊന്ന് പറയുന്നത് ബോറിക്കിൽ പറയുന്ന ഒരു സിംറ്റം റേസസ് ദ ബ്ലഡ് കൊയാഗുലബിലിറ്റി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോട്ട് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ആർക്ക് കൂടുതലാണ്? നമ്മൾ പറഞ്ഞ കാക്ടസിന് അല്ലേ. അതേപോലെ ബ്ലഡിന്റെ ക്വാഗുലബിലിറ്റി നേച്ചർ കൂട്ടാൻ ശക്തിയുള്ള ഒരാളാണ് കാൽക്കേരിയ കാർബ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് എ ഡെഫിനിറ്റ് സ്റ്റിമുലന്റ് ഓഫ് പെരിയോസ്റ്റിയം. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു കാൽഷ്യം അല്ലെങ്കിൽ വലിയവർക്കൊക്കെ കാൽഷ്യം സപ്ലിമെന്റ് പോലെ കൊടുക്കാൻ കാൽക്കേരിയ ഗ്രൂപ്പ് കൊടുക്കുന്നതിന്റെ ഒരു കാരണം ഇതാണ്. ഇറ്റ് ഇസ് എ ഡെഫിനിറ്റ് സ്റ്റിമുലന്റ് ഓഫ് പെരിയോസ്റ്റിയം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലൂക്കോഫ്ലെഗ്മാറ്റിക്സ്, ക്രേവ് സെക്സ്, ഈറ്റ് ഡേർട്ട്, അങ്ങനെയുള്ള പല സിംറ്റംസും ഉണ്ട്. പക്ഷെ ഇതാണ് അതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട സിംറ്റംസ്. ഫാറ്റ്, ഫെയർ, ഫ്ലാബി ആൻഡ് പെർസ്പയറിംഗ് എന്നാണ് കാൽക്കേരിയ കാർബിനെ വിളിക്കുന്നത് തന്നെ. ഫാറ്റ്, ഫെയർ, ഫ്ലാബി, പെർസ്പയറിംഗ്. ഓക്കെ, അപ്പൊ ഒന്ന് ഓർക്കുകയാണെ. അപ്പം കാൽക്കേരിയ കാർബ് എന്ന് പറയുന്നത് ലൂക്കോഫ്ലെഗ്മാറ്റിക് ആണ്, സോറിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഫാറ്റ്, കോർപ്പുലന്റ്, അൺവീൽഡി ആണ്, ഹാനിമാനിയൻ ആന്റിസോറിക് ആണ്. ഒരു കാര്യം കൂടി കേട്ടോ, even though they craves for boiled eggs, they have dislike for fat ഉണ്ട് കേട്ടോ. ഫാറ്റിന് ഇഷ്ടമല്ല. raises blood coagulability, a definite stimulant of periosteum. ഇനി കാൽക്കേരിയ ഫോഴ്സ് ഉണ്ട്. കാൽക്കേരിയ ഫോഴ്സ് ആണെങ്കിൽ അവർ അനീമിക് ആയിട്ടുള്ള പേഴ്സൺ എന്നൊക്കെയാണ് നമുക്ക് അറിയാലോ. അനീമിക് പേഴ്സൺസിൽ അനീമിക് യങ് പേഴ്സൺ വിത്ത് എ ഹെഡ് ഏക്ക് ആൻഡ് ഡൈജസ്റ്റീവ് പ്രോബ്ലം, ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്ത് വരുന്നതാണ് കാൽക്കേരിയ ഫോഴ്സ്. They have thin spare subjects instead of fat during first and second edition of scrofulus. അപ്പം നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് ബരൈറ്റ കാർബ് പറഞ്ഞു. അതേപോലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെൻഡീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കാൽക്കേരിയ ഫോഴ്സിലാണ്.
with diarrhea and great flatulence, emaciated, unable to stand out, slow in learning to walk like calcarea and silicata, sunken, flabby abdomen at puberty, acne in anemic girls at puberty, അത് വേറെ സെൻസ് ആണ്, at puberty, acne in anemic girls with vertex headaches and flatulent dyspepsia, amyloids by eating, and all its symptoms worse from any change of weather. ബോറിക് സിംറ്റം ആണ്, എല്ലാ സിംറ്റംസും വേഴ്സസ് ഫ്രം ദ ചേഞ്ച് ഓഫ് വെതർ. വെതർ ചേഞ്ച് വരുമ്പോഴത്തേക്കും എല്ലാ സിംറ്റംസും അവർക്ക് കൂടും. അതിൽ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രീമിറ്റീസ് ഒരു സിംറ്റം ഉണ്ട്, അതായത് നമുക്ക് റൊമാറ്റിക് കംപ്ലൈൻസ് എല്ലാം കോൾഡ് വെതറിൽ കൂടും, അല്ലെങ്കിൽ മെൽറ്റിംഗ് സ്നോ ഇവർക്കൊരു വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഇറ്റാലിക്സ് ആണ് നംബനസ് ആൻഡ് ക്രോളിംഗ് സെൻസേഷൻ. കണ്ടോ, നംബനസ് ആൻഡ് ക്രോളിംഗ്. കാൽക്കുലിയ കാർബൺ നമ്മൾ ഫാറ്റ്, ഫെയർ, ഫ്ലാബി, പെർസ്പയറിംഗ് എന്ന് പറഞ്ഞെങ്കിൽ കാൽക്കുലിയ ഫോഴ്സ് പറയുന്നത് ഹാൻഡ് റൈസ് ചെയ്തവർക്ക് കാര്യം ചോദിക്കായിരുന്നു. ഹാൻഡ് റൈസ് ചെയ്തത് 2 ഡോക്ടേഴ്സ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അറിയാതെ വന്നതായിരിക്കും ഡോക്ടറെ. ഓക്കെ ഓക്കെ. അല്ല, 2 പേര് അറിയാതെ ഹാൻഡ് റൈസ് ചെയ്തു. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഡോക്ടറെ, റിയലി ഗുഡ്, കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ നംബനസ് ആൻഡ് ക്രോളിംഗ് സെൻസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലിയ ഫോഴ്സിലാട്ടോ. അപ്പൊ നിങ്ങൾ കാൽക്കുലിയ ഫോഴ്സിന്റെ റിലേഷൻഷിപ്പിൽ കീനോട്ട് ഒന്ന് കയ്യിലെടുക്കാമോ? ഞാൻ നേരത്തെ പറയാൻ മറന്നു. നിങ്ങൾ ക്ലാസ് ഇനി വരുമ്പോൾ കീനോട്ടും ബോറിക്കും ഒന്ന് കയ്യിലെടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാനോ, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ കീനോട്ടിൽ തന്നെ എഴുതി വെക്കും ബോറിക്കിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്. അപ്പൊ എന്റെ ഒരു കീനോട്ട് മൊത്തം അങ്ങനെയാണ്. ഞാൻ വേറൊരു ഫ്രഷ് കീനോട്ട് വാങ്ങുക ചെയ്തത്. അപ്പൊ എന്താ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് റെഫർ ചെയ്യണമെങ്കിലും കീനോട്ടിൽ പ്രധാനപ്പെട്ട നോക്കി പഠിക്കാം. അതുകൊണ്ടാട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾ രണ്ടും കൂടെ സൈഡ് ബൈ സൈഡ് ആയിട്ടും കൂടെ ഒന്ന് പഠിക്കണേ. നംബനസ് ആൻഡ് ക്രോളിംഗ്, ആ കാര്യം ഒന്ന് ഓർത്തിരിക്കണേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, റിലേഷൻഷിപ്പ് പാർട്ടിൽ കിടക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് ലൈക്ക് അതിന്റെ മൊഡാലിറ്റീസിലാന്ന് തോന്നുന്നു. മെൽറ്റിംഗ് സ്നോ എന്നൊരു വാക്ക് കിടപ്പുണ്ട്. മെൽറ്റിംഗ് സ്ലോയിൽ സിംറ്റംസിലെ വ്യത്യാസം വരുന്നത് ഏത് ചേഞ്ച് ഓഫ് വെതറിലും പ്രശ്നമുള്ളതും കാൽക്കുലിയ ഫോഴ്സ് ആണ്. മെൽറ്റിംഗ് സ്നോയും കാൽക്കുലിയ ഫോഴ്സ് ആണ് കേട്ടോ. ഇനി അടുത്ത മെഡിസിൻ ആണ്. അപ്പൊ നംബനസ് ആൻഡ് ക്രോളിംഗ് ഇറ്റാലിക്സ് തന്നെയാണ് കേട്ടോ ബോറയ്ക്ക് കിടക്കുന്നത്. അടുത്തത് നമ്മുടെ കലൻഡുലയാണ്. നമ്മൾ കലൻഡുല ഇഞ്ചുറിക്ക് ഇഷ്ടം പോലെ കൊടുക്കും, പക്ഷെ കലൻഡുലയുടെ പ്രധാനപ്പെട്ട ചില സിംറ്റംസ് നമുക്ക് വിട്ടുപോകും. അത് ഒന്ന് ന്യൂറോമയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുന്നു, നമ്മൾ എപ്പിത്തീലിയൽ ക്യാൻസർ എന്ന് അസറ്റിക് ആസിഡ് പറഞ്ഞു അല്ലെ. അബ്രോഡ് ആണെങ്കിൽ നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞു. കലൻഡുലയിൽ കിടക്കുന്ന ഒരു സാധനമാണ് ന്യൂറോമ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. എനിവേ, ഇൻ ക്യാൻസർ ആസ് ആൻ ഇന്റർ കറന്റ് റെമഡി. ബോറയ്ക്ക് ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്റർ കറന്റ് റെമഡി. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ടെൻഡൻസി ഫോർ എർസിപ്ലസ്, പെയിൻ ഈസ് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ടു ഇഞ്ചുറി ഒക്കെ ഉണ്ട്, പക്ഷെ ഈ കാര്യം മറന്നുപോകും. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഇറാഡിക്കേഷൻ ഓഫ് എർസിപ്ലസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഗ്രഫൈറ്റിസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ ടെൻഡൻസി ഓഫ് എർസിപ്ലസ് എന്ന് പറയുന്നത് കാണുന്നത് കലൻഡുലയിലാണ്. അപ്പൊ ഈ 3 സിംറ്റംസ് ഓർക്കണേ. ക്യാൻസർ ഒരു ഇന്റർകറന്റ് റെമഡിയാണ്. ബാക്കിയൊക്കെ നമുക്കറിയുന്ന ഒരു ഹീലിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളതും ഹെൽത്തി ഗ്രാനുലേഷൻ ടിഷ്യൂ വരുമെന്നുള്ളതും ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഈ കലൻഡുല ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ അതുകൊണ്ട് ബോറിക് സിംറ്റംസ് മാത്രം ടൈപ്പ് ചെയ്ത് ചേർത്തതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ടെൻഡൻസി ഫോർ എർസിപ്ലസ്, പിന്നെ പെയിൻ ഈസ് എക്സസീവ് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ടു ഇഞ്ചുറി. ഇഞ്ചുറി വന്നതിനേക്കാളും ആള് നിലവിളിക്കും, കാരണം ദ പെയിൻ ഈസ് എക്സസീവ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർക്കണം. നമ്മൾ ആന്റിമോണിയം ക്രൂഡത്തിൽ പഠിച്ചു അല്ലേ, പെയിന് വേണ്ടടുത്ത് പോലും ആൾക്ക് വേദനയില്ല അല്ലേ. ഇതിനകത്ത് എന്താണ്, പെയിൻ ഇസ് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ടു ഇഞ്ചുറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത മെഡിസിൻ ക്യാംഫറയാണ്. ക്യാംഫറയ്ക്കകത്ത് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ക്യാംഫർ എന്നാണെങ്കിലും ഒരു പല സിംറ്റംസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസി കോൾഡ്നെസ് ഉണ്ട്, എത്ര കോൾഡ് ആണെങ്കിലും പേഷ്യന്റ് കവർ ചെയ്യത്തില്ല, ഈ പല കാര്യങ്ങൾ അതിനകത്തുണ്ടെങ്കിലും അതിനകത്തൊരു സിംറ്റം പറഞ്ഞിരിക്കുന്നത് ആസ് ആൻ ഹാർട്ട് സ്റ്റിമുലന്റ് ഫോർ എമർജൻസി യൂസ്. നമ്മളെല്ലാം വിട്ടുപോയേക്കാവുന്ന ഒരു സിംറ്റമാണ്. നിങ്ങൾ ബോറിക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ കാണാം. ഹാർട്ട് സ്റ്റിമുലന്റ് ഫോർ എമർജൻസി യൂസ്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി റെമഡി എന്ന് പറഞ്ഞ് താഴെ ഭാഗത്ത്, ഏകദേശം മിഡിൽ പാരഗ്രാഫിൽ താഴെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് പേഷ്യന്റ് കവർ ചെയ്യത്തില്ല. പേഷ്യന്റ് ഫീൽസ് ബെറ്റർ വൈൽ തിങ്കിങ് ഓഫ് ഇറ്റ്. നമുക്ക് സാധാരണ ഒക്കെ മെഡിസിൻസും പേഷ്യന്റ് കംപ്ലൈൻസ് അഗ്രിവേറ്റ്സ് ബൈ തിങ്കിങ് ഓഫ് ഇറ്റ് ആയിരിക്കും, പക്ഷെ പേഷ്യന്റ് കംപ്ലൈൻസ് ബെറ്റർ ബൈ തിങ്കിങ് ഔട്ട് ഒന്ന് ക്യാംഫറയാണ്
മറ്റൊന്ന് ഓക്സാലിക് ആസിഡ് എന്നാണ് എൻ്റെ ഓർമ്മ. അഗ്രിഗേറ്റ് ചെയ്യുന്ന മറ്റ് മെഡിസിൻസ് ഒന്ന് മെഡോറിനം ഉണ്ട്, അതുപോലെ കാൽക്കേരിയ ഫോസ് ഒക്കെ ഉണ്ട്. പക്ഷെ പെയിൻ ബെറ്റർ വൈൽ തിങ്കിങ് ഓഫ് ഇറ്റിൽ ഒന്ന് ക്യാംഫറയാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോൾഡ് വിത്ത് ചിൽനെസ് സ്നീസിങ് ഇതെല്ലാം അതിനകത്തുണ്ട്. ബട്ട് ദിസ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സിംറ്റം. ഇതൊരു പ്രൈമറി ആക്ഷൻ ആണ്. നമ്മളൊരു ക്യാൻസറിന്റെ ഒരു പ്രൂവിങ് പോലെയാണ് സത്യത്തിൽ അതിൽ ബോറിക് സിംറ്റംസ് കൊടുത്തിരിക്കുന്നത്. വിട്ടുപോകാൻ ചാൻസ് ഉള്ള ഭാഗം ഇതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കണേ. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഇസ് കനാബിസ് ഇൻഡിക്ക. കനാബിസ് ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കനാബിസ് ഇൻഡിക്ക പേഷ്യൻസിനെ എന്തെങ്കിലും മെന്റൽ എലിമെന്റ്സ് ഉള്ളവരെ നോക്കിയാൽ ഈ കനാബിസ് ഇൻഡിക്ക നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇഗ്നേഷ്യ കൊടുക്കാറുണ്ട്, ഹയോസൈമസ് കൊടുക്കാറുണ്ട്. പക്ഷേ അടുത്തിടെ എനിക്ക് ഒ പിയിൽ വന്നൊരു പേഷ്യൻ്റ് ഉണ്ട്, ഒരു കൊച്ചു പെൺകുട്ടിയിലെ 19 years ഓൾഡേ ഉള്ളൂ. ആള് കഥ ഒരു ഡേ ഡ്രീമിങ് ഫെലോ ആണ്. എല്ലാ കാര്യങ്ങൾക്കും അവൾക്ക് ദൂരാണ്. സമയം പ്രശ്നമാണ്, ദൂരം പ്രശ്നമാണ്. ഞാൻ കനാബിസ് ഇൻഡിക്ക കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പൊ കനാബിസ് ഇൻഡിക്ക എന്ന് പറയുന്ന മെഡിസിന് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്ന ഒരു സിംറ്റമാണ് ഇന്റൻസ് എക്സോൾട്ടേഷൻ. ഇഷ്ടം പോലെ എക്സോൾട്ടേഷൻ ഉണ്ട്. പ്രധാനമായും ടൈമും സ്പേസും ആണെന്ന് മാത്രം. സമയം കുറെ സമയത്തിലെ കുറച്ച് എക്സാഗറേഷൻ അല്ലെ. മറ്റൊന്ന് സബ് കോൺഷ്യസ് ഓഫ് എ ഡുവൽ നേച്ചർ സ്റ്റേറ്റ് ഉണ്ട്. മോസ്റ്റ് റിമാർക്കബിൾ ഹലൂസിനേഷൻ ആൻഡ് ഇമാജിനേഷൻ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഹാലൂസിനേഷൻ ഇമാജിനേഷൻ ഉണ്ട്. ഈ പെൺകുട്ടി പറയുന്നത് അവൾക്ക് ഒരു തീർത്തും മെന്റൽ പേഷ്യന്റ് ആയിട്ടില്ല കേട്ടോ. ഒരു ഹലൂസിനേഷൻ പോലെ പറയുന്നത്, ഞാൻ എന്തെങ്കിലും സിനിമ കണ്ടാൽ ബുക്ക് വായിച്ച പിന്നെ ഞാൻ അതിലൊരാളായി മാറും, ഞാൻ അതുപോലെ ചെയ്യും, അതുപോലെ പ്രവർത്തിക്കും, അതുപോലെ സംസാരിക്കും, ഇതാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ എല്ലാ എക്സോൾട്ടേഷൻ ആണ് അവൾക്ക്. അങ്ങനെയാണ് ഞാൻ കനാബിസ് ഇൻഡിക്ക ട്രൈ ചെയ്തത്. ഭയങ്കര ടോക്കറ്റീവ് ആണ്. അപ്പം ലെറ്റ് മീ സീ മെഡിസിൻ ആക്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഡുവൽ നേച്ചർ സ്റ്റേറ്റ് നമ്മൾ പറയുന്ന ബൈപോളാർ ഡിസീസിലൊക്കെ ഒരു കരുതലിന് വേണ്ട കനാബിസ് ഇൻഡിക്ക നമുക്കൊന്ന് കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പം അതാണ് ഡുവൽ നേച്ചർ സ്റ്റേറ്റ്, ഇന്റൻസ് എക്സോൾട്ടേഷൻ എസ്പെഷ്യലി ഓഫ് ടൈം ആൻഡ് സ്പേസ്. മറന്നു പോകരുത്, അത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. സമയത്തെ കുറിച്ച് എക്സോൾട്ട് ചെയ്യുക, ഡയറക്ഷനെ കുറിച്ചും അവർക്ക് എക്സോൾട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സാഗ്രേറ്റ് ചെയ്യുക. ഇനി കനാബിസ് സെറ്റൈവ നമ്മൾ പൊതുവെ യൂറിനറി കംപ്ലൈൻസിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണല്ലോ. ഞാൻ പൊതുവെ യൂറിനറി കംപ്ലൈൻസ് കൊടുക്കുന്ന മെഡിസിൻ ആണ്. അതിലൊരു കീനോട്ടിൽ ഇതേ സിംറ്റം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനൊന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത മെഡിസിന് ഐ എം കൺസിഡറിങ് ദിസ്. ഓക്കെ, അതിലൊരു സംഭവമാണ് പല സിംറ്റംസിന് കൊടുക്കുന്നു. യൂറിനറി, സെക്ഷൽ ആൻഡ് റെസ്പിറേറ്ററി സിംറ്റംസിന് കൊടുക്കുന്നു. സെൻസേഷൻ ആസ് ഓഫ് എ ഡ്രോപ്പിംഗ് വാട്ടർ. ഡ്രിപ്പിംഗ് വാട്ടർ ഡ്രോപ്പിംഗ് വാട്ടർ ആണ് ക്യാരക്ടറിസ്റ്റിക് സെൻസേഷൻ ഓഫ് ഡ്രിപ്പിംഗ് വാട്ടർ. അതിന് ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന മെഡിസിൻ കാന്താരിസ് ആണ്. അതുപോലെ ചോക്കിംഗ് ഇൻ സ്വോളോയിങ്, കൺഫ്യൂഷൻ ഓഫ് തോട്ട് ആൻഡ് സ്പീച്ച്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ ഫ്രെൻസീഡ് ഡെലീരിയം സ്റ്റിമുലേറ്റിംഗ് ദ സിംറ്റംസ് ഓഫ് ഹൈഡ്രോഫോബിയ വിത്ത് violent inflammation of the lower GIT, especially in pregnancy, intense urging to micturate, symptoms aggravated by drinking coffee. കാന്താരിസോ ഇഗ്നേഷ്യോ മാത്രമല്ല കോഫി കുടിച്ചിട്ട് അഗ്രവേറ്റ് ചെയ്യുന്നത്. മറ്റൊരു മെഡിസിൻ ഇതാണ് കേട്ടോ. കനാബിസ് സെറ്റൈവ എന്ന് പറയുന്നത് യൂറിനറി കംപ്ലൈൻസിൽ പെട്രോസിലിനത്തോട് കൂടെ അല്ലെങ്കിൽ കാന്താരിസിനോടൊക്കെ കൂടെ തന്നെ നമ്മൾ പെയിന്റ് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. ആൻഡ് അതുകൂടാതെ ഇൻഫ്ലമേഷൻ ഓഫ് ലോവർ GYT സിംറ്റംസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ക്രേപ്പിംഗ്സ് ഓഫ് ഇൻറ്റസ്റ്റൈനിലെ കാര്യങ്ങൾ കാന്താരിസ് പറയുന്നതിൽ ഒരു മെഡിസിൻ കനാബിസും കൂടെ ഉണ്ട് കേട്ടോ. എസ്പെഷ്യലി ഇൻ പ്രഗ്നൻസി ആൻഡ് ഇന്റൻസ് സർജിങ് ഓർ ഇൻടോളറൻസ് സർജിങ് ടു മിക്ചുറേറ്റ് സിംറ്റംസ് അഗ്രിവേറ്റഡ് ബൈ ഡ്രിങ്കിങ് കോഫി. ഇഗ്നേഷ്യൻ നമ്മൾ പഠിക്കുമ്പോഴും കോഫീനെ കുറിച്ച് പറയും, ഇനി നമ്മൾ കാന്താരിസ് പറയുമ്പോഴും കോഫീനെ കുറിച്ച് പറയും. പക്ഷെ കനാബിസ് സെറ്റൈവയ്ക്ക് ആ സിംറ്റം ഉണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഇനി കമ്മിങ് ടു, നിങ്ങളുടെ ടൈം ആയോ? ക്യാപ്സിക്കം ആനം കൂടി ഞാൻ വേഗം പറഞ്ഞിട്ട് നിർത്താവേ. ക്യാപ്സിക്കം ആനം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹെയർ, ബ്ലൂ ഐസ്, നെർവസ് ബട്ട് സ്റ്റൗട്ട് ആൻഡ് പ്ലിത്തോറിക് ഹാബിറ്റുള്ള ഒരാളാണ്. കുറച്ച് ഗുണ്ടാണ്. ഓക്കെ, ഫ്ലഗ്മാറ്റിക് ഡയാത്തസിസ്. നമ്മൾ അമോണിയം കാർബനെ പറഞ്ഞതുപോലെ ഫാറ്റ് പീപ്പിൾ ആണ്, പെട്ടെന്ന് ക്ഷീണിക്കും. ദേ ആർ ഡ്രെഡ് ഓഫ് ഓപ്പൺ എയർ. ഈ ബോറിക്കിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ക്യാപ്സിക്കം ആനം എന്ന് പറയുന്ന മെഡിസിൻ വേഗത്തിൽ പുറത്തുപോയി അവർക്കത് അവിടുത്തെ ചൂടും അവിടുത്തെ പ്രശ്നങ്ങളൊന്നും അവർക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് വേഗം തിരിച്ചു പോരുന്നതാണ്. പറയുന്നത് ഇങ്ങനെയാണ്: ഇൻടോളറൻസ്, ഒപ്പോസ് ടു ഫിസിക്കൽ എക്സേർഷൻ, അവേർഷൻ ടു ഗോ ഔട്ട്സൈഡ് ഓഫ് ദെയർ റൂട്ടീൻ, ഗെറ്റ് ഹോം സിക്ക് ഈസിലി. പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരണം. പക്ഷേ അമോണിയം കാർബനെ പോലെ തന്നെ ഇവർക്കും ഗ്രേറ്റ് അൺക്ലീൻലിനെസ് ആണ്. ക്ലംസി, ഫാറ്റ്, ഡേർട്ടി എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് അബ്സ്റ്റൈനേഴ്സ് ഫ്രം അക്വസ്റ്റംഡ് ആൽക്കഹോളിസം affects mucous membrane with constriction
ഏറ്റവും വൃത്തിയില്ലാത്തവരിൽ ഒരു മെഡിസിൻ ഇതാണ്, മറ്റൊരു അമോണിയം കാർബാണ് കേട്ടോ. ഭയങ്കര അൺക്ലെൻലിനെസ് ആണ്. പിന്നെ പെട്രോസ്ബോൺ സ്ലൈറ്റസ്റ്റ് ഡ്രൗട്ട് ഒന്നും അവർക്ക് പറ്റത്തില്ല, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. എനിവേ അവർ അൺക്ലെൻലിനെസ് ആണെന്നും അവർ ഭയങ്കര ഹോം സിക്ക് ആണെന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.